وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് സാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാം എല്ലാവരും സാലിഹായ അമലിലേക്ക് അങ്ങേയറ്റം ആവശ്യക്കാരാണ്. എനിക്കിന്നൊരു വിഷയം നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നിവിടെ ഇമാം മഗ്രിബ് നിസ്കാരത്തിൽ ഓതിയ ആ 2 സൂറത്തുകളെ കുറിച്ച് പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. കാരണം മനുഷ്യർ എത്രമാത്രം ഈ ജീവിതത്തിൽ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവരാണെന്നും അവൻ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അവനെ പരലോകത്ത് കാത്തിരിക്കുന്ന ഭയാനകമായ സംഭവങ്ങൾ, പരലോകത്തെ വിഷയങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 സൂറത്തുകളിലൂടെ, സൂറത്തുൽ സൽസലയും സൂറത്തുൽ ആദിയാത്തിലൂടെയും അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നു. എനിക്ക് ആമുഖമായി എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത്, ആ സൂറത്തുകളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ വായിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. നാം ഒക്കെ പലപ്പോഴും നിസ്കാരത്തിൽ ആവർത്തിച്ചോതുന്ന 2 സൂറത്തുകളായിരിക്കും അത് രണ്ടും. പക്ഷേ അതിൽ അല്ലാഹു നമ്മോട് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും നാം ചിന്തിക്കാറില്ല എന്നത് ഒരു സത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മുഖേന പരിവർത്തനം ജീവിതത്തിൽ ഉണ്ടാകുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ദർസിന്റെ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബ് പഠിക്കാൻ ആരംഭിക്കുക എന്നതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ഉസൂലുസ് സുന്ന എന്ന കിതാബാണ് നാം പഠിക്കാനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് ആ കിതാബ് ബിഇദ്നില്ലാഹ് ഏതാനും ചില മജാലിസുകൾ കൊണ്ട് പൂർത്തീകരിക്കാൻ ശ്രമിക്കാം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ വിശദീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് ഉസൂലുസ് സുന്ന, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ഉസൂലുസ് സുന്ന. ആ കിതാബിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായി 2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, കിതാബ് എഴുതിയ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയെക്കുറിച്ചും രണ്ടാമതായി ഈ കിതാബിനെ കുറിച്ചും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയ ശേഷം ബിഇദ്നില്ലാഹ് നമുക്ക് കിതാബിലേക്ക് പ്രവേശിക്കാം. അതൊന്നുകിൽ ഇന്നത്തെ ദർസിൽ, അതല്ലെങ്കിൽ വരുന്ന ദർസിൽ. ഞാൻ ആദ്യം കരുതിയിരുന്നത് ഇമാം അഹ്മദിന്റെ ചരിത്രം അത് പലപ്പോഴുമായി കേട്ടവരായിരിക്കും എല്ലാവരും. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെല്ലാവരും ഇമാം അഹ്ലുസുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ചരിത്രങ്ങൾ കേട്ടവരായിരിക്കും. അതുകൊണ്ട് അത് ആവർത്തിക്കണ്ട എന്ന് കരുതിയതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ചരിത്രം ഇന്നലെ ഒന്നുകൂടി വായിച്ചപ്പോൾ അത് പറയണമെന്ന് തോന്നി. അത്രയും അത് അർഹിക്കുന്ന, നമുക്ക് ധാരാളം പാഠങ്ങളുള്ള ഒരു ചരിത്രമാണ് ഇമാം അഹ്ലുസുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ചരിത്രം. അതുകൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, പ്രസക്തമായ ചില വിഷയങ്ങൾ, അതിൽ ഉൾക്കൊള്ളുന്ന പാഠങ്ങളോടുകൂടി നമുക്ക് മനസ്സിലാക്കാം. അവരുടെ ചരിത്രങ്ങൾ കേൾക്കുവാനും അവരെ പോലെ പ്രവർത്തിക്കാനെങ്കിലും പരിശ്രമിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, അതിനു മുന്നോടിയായ ഒരു കാര്യം, ചാരിയിരിക്കാൻ പ്രയാസമുള്ളവർക്ക് ഇരിക്കാം, അതല്ലെങ്കിൽ ഇൽമിന്റെ മജാലിസുകളിൽ അദബിൽപ്പെട്ടതല്ല ചാരിയിരിക്കുക എന്നുള്ളത്. നടുവേദനയുള്ള ആളുകളോ കാലിന് വേദനയുള്ള ആളുകൾക്കോ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹ, അതല്ലെങ്കിൽ ഇൽമിന്റെ മജാലിസുകളിൽ പേന കറക്കിയാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് റഹിമഹുല്ലാഹ് ദർസ് നിർത്തുമായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ മഹ്ദിയെ പോലുള്ള മുഹദ്ദിഥീങ്ങൾ അത്രയും കണിശമായി കണ്ടിരുന്ന കാര്യമായിരുന്നു ഈ വിഷയങ്ങൾ. ഇത് ശ്രദ്ധിക്കുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയെ കുറിച്ച് അധികം നാം പറയേണ്ട ആവശ്യമില്ല. അത്രയും പ്രസിദ്ധമായ പ്രശസ്തിയുള്ള ഇമാമാണ് ഇമാം അഹ്ലുസുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം ചില പണ്ഡിതന്മാർ അവരുടെ ചരിത്രം മാത്രമായി ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചതായി കാണാം. അൽ ഹാഫിദ് ഇബ്നുൽ ജൗസി റഹിമഹുള്ളയെ പോലെയുള്ള ചില ഉലമാക്കൾ. വേറെ ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ചരിത്രം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഹാഫിദ് അദ്ദഹബി
റഹിമഹുല്ലയെ പോലെ. ഇന്നലെ ഹാഫിദ് ദഹബിയുടെ സിയറു അലാമിൻ നുബലായിൽ അദ്ദേഹം ഇമാം അഹ്മദിന്റെ ചരിത്രം പറഞ്ഞ ഭാഗം വായിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചതാണ് അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണമെന്നുള്ളത്. കാരണം ഹാഫിദ് ദഹബിയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം മുഅർരിഖുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്. ഇസ്ലാമിന്റെ ചരിത്രകാരൻ എന്ന പേരുള്ള പണ്ഡിതനാണ് മഹാനായ ഇമാം അദ്ദഹബി റഹിമഹുല്ലാ. പൊതുവെ ഉലമാക്കൾ പറയാറുണ്ട്, ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഹാഫിദ് ദഹബിയെ കേൾക്കുമ്പോൾ അവരുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമെന്ന് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറയാറുണ്ട്. അത്രയും പിൽക്കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പണ്ഡിതനാണെങ്കിലും മുൻകാലഘട്ടത്തിലെ ഉലമാക്കളുടെ രീതിയിൽ സംസാരിക്കുകയും ഇസ്ലാമിന് വേണ്ടി പ്രതിരോധം തീർക്കുകയും ചെയ്ത പണ്ഡിതനാണ് ഇമാം അദ്ദഹബി റഹിമഹുല്ലാ. അതുപോലെ തന്നെ ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായയിലൊക്കെ ഇമാം അഹ്മദിന്റെ ചരിത്രം ലളിതമായി വിശദീകരിച്ചതായി കാണാം. അദ്ദേഹത്തിന്റെ കുനിയത്ത്, ഇമാം അഹ്മദിന്റെ കുനിയത്ത് അബു അബ്ദില്ല എന്നാണ് അദ്ദേഹത്തിന്റെ കുനിയത്ത്. ഞാൻ ഇടയിൽ ഓരോ കാര്യങ്ങൾ പറയുന്നത് ആർക്കും പ്രയാസം ഉണ്ടാക്കരുത്. നമ്മുടെ മസ്ലഹത്ത് പരലോകത്ത് നമുക്ക് ബിഇദ്നില്ലാഹ് ഉപകരിക്കുന്ന ചില കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ എഴുതാനും പഠിക്കാനും ശ്രമിക്കണം. അതല്ലാതെ ധാരാളം ദർസുകൾക്ക് നമ്മൾ വന്നിരിക്കും, ചില ഇങ്ങനെ കേൾക്കും പോകും, അങ്ങനെ നമുക്ക് പറ്റും. ഒന്നുകിൽ നമ്മൾ ഇമാം മുസനിയെ പോലെ അല്ലെങ്കിൽ ഇമാം മിസ്സിയെ പോലെ വലിയ പണ്ഡിതന്മാരാണെങ്കിൽ നമുക്ക്, ഇമാം മിസ്സി അങ്ങനെയായിരുന്നു, ഒരു സദസ്സിലിരുന്നാൽ ആരെന്ത് പറഞ്ഞാലും അദ്ദേഹം മനപ്പാടമാക്കി പോകും, അറിയാതെ മനപ്പാടായി പോകും. അതുപോലെ തന്നെ ഹാഫിദ് അദ്ദാറഖുത്നി, അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ ആസിന്റെ ഹദീസിൽ കാണാം, ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ, നിങ്ങൾ ഇൽമ് എഴുതി വെച്ചുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫോണിലോ മറ്റോ എഴുതാനും ഈ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ നാം പഠിക്കാനും ശ്രമിക്കുക. ഇൽമ് എന്ന് പറയുന്നത് മുൻഗാമികളിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവരുടെ അനന്തരാവകാശമാണ്. അതിനെ അതിൻ്റെതായ രൂപത്തിൽ നാം സ്വീകരിച്ചില്ല എങ്കിൽ നമുക്ക് അവസാനം കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? 5 കൊല്ലമായി ഞാൻ ദർസിനിരിക്കുന്നു, ഇന്നും എനിക്കൊന്നും നന്നായിട്ട് പറയാൻ അറിയില്ല. കുറെ ഇങ്ങനെ കേട്ടു, കുറെ കേൾക്കുന്നുണ്ട്, പക്ഷേ ഒരു കാര്യം വ്യക്തമായി ധാരണയില്ലാത്തവരായി നാം മാറും. അതുകൊണ്ട് ഇൽമിനെ അതിന്റെ ആദാബുകളിൽ സ്വീകരിക്കാൻ നാം ശ്രമിക്കുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കുനിയത്ത് അബു അബ്ദില്ല എന്നാണ്. അബു അബ്ദില്ല അഹ്മദ് ബിൻ മുഹമ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹു തആല. അദ്ദേഹം ജനിക്കുന്നത് ഹിജറ 164-ലാണ്. ഹിജറ 164 അഥവാ 2-ാം നൂറ്റാണ്ടിലാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ ജനിക്കുന്നത്. ബഗ്ദാദിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ബഗ്ദാദ് എവിടെയാണ്? ഇന്നത്തെ ഇറാഖിന്റെ തലസ്ഥാനമായ ബഗ്ദാദിലാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാട് മർവിലാണ്. ഇമാം അഹ്മദിന്റെ യഥാർത്ഥ നാട് മർവിലാണ്. എവിടെയാണ് മർവ്? ഖുറാസാനിലാണ് മർവ്. എവിടെയാണ് ഖുറാസാൻ? ധാരാളം പണ്ഡിതന്മാരെ, അഹ്ലുസുന്നയുടെ വലിയ പണ്ഡിതന്മാർ, ഹദീത്തിന്റെ ഗ്രന്ഥങ്ങൾ എഴുതിയ അധിക പണ്ഡിതന്മാരെയും സംഭാവന ചെയ്ത സ്ഥലത്തിന്റെ പേരാണ് ഖുറാസാൻ. എവിടെയാണത്? ഖുറാസാൻ എന്ന് പറയുന്ന പ്രദേശം ഇന്നത്തെ 3 രാജ്യങ്ങളിലായാണ് പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത്. അത് ഒന്ന് ഇറാനിന്റെ ഒരു ഭാഗത്തും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, തുർക്കുമാനിസ്ഥാൻ, ഈ 3 രാജ്യങ്ങളിലായിട്ടാണ് ഇന്ന് ഖുറാസാൻ സ്ഥിതി ചെയ്യുന്നത്. ആ നാട്ടിലായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ഉമ്മയുണ്ടായിരുന്നത്. അങ്ങനെ അവർ ഗർഭിണിയായ സമയം അവർ ബഗ്ദാദിലേക്ക് യാത്ര ചെയ്തു വരികയും അവരുടെ ചെറുപ്പകാലം, ഇമാം അഹ്മദിന്റെ ഉമ്മ ജീവിച്ചതൊക്കെ ആദ്യ കാലഘട്ടത്തിലൊക്കെ മർവിലായിരുന്നു. കാരണം ഇമാം അഹ്മദിന്റെ വാപ്പ സൈനിക മേധാവിയാണ്. പിന്നീട് അവർ ഗർഭിണിയായപ്പോൾ അവർ ബഗ്ദാദിലേക്ക് യാത്ര ചെയ്തു വരികയും ഹിജറ 164 ബഗ്ദാദിൽ വെച്ച് ഇമാം അഹ്ലുസുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ അവർ പ്രസവിക്കുകയും ചെയ്തു. അപ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, ഖുറാസാനാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാട്. ഖുറാസാൻ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ 3 രാജ്യങ്ങൾ ആ സ്ഥലം ഷെയർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത്, അദ്ദേഹത്തെ പ്രസവിച്ചത് എവിടെ വെച്ചാണ്? ബഗ്ദാദിൽ വെച്ചാണ് ഇമാം അഹ്മദിനെ പ്രസവിച്ചത്. മറ്റൊരു കാര്യം, നമ്മൾ ചരിത്രം പഠിക്കൽ അത്യാവശ്യമാണ്. ചരിത്രം നിങ്ങൾ അറിയണം. ഈ ഖുറാസാൻ എപ്പോഴാണ് ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നത്? ആരുടെ ഭരണത്തിലാണ്?
ഖുറാസാൻ ഇസ്ലാമിക രാജ്യമായിരുന്നു. അതെപ്പോഴാണ് ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ. വലിയ പ്രദേശം, ഈ പറയുന്ന പൊതുവെ ഖുറാസാന്റെ പണ്ഡിതന്മാർ അതിര് പറയുന്നത് ഒരു വശത്ത് ഇറാഖും മറുവശത്ത് ഇന്ത്യയുമാണ്. അത്രയും വലിയ പ്രദേശം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ കീഴിൽ വന്നിരിക്കുന്ന പ്രദേശമാണ്. അദ്ദേഹം നഹാവന്തി യുദ്ധത്തിന് ശേഷം സഹാബത്തിനോട് ഒരിക്കൽ സംസാരിക്കുമ്പോൾ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് ഇസ്ലാമിന്റെ പടയോട്ടമായി ഈ ഖുറാസാൻ മേഖലകളിൽ പ്രവേശിക്കണമെന്ന് അനുമതി ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അനുമതി നൽകുകയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം ഖുറാസാനിൽ കയറി. അങ്ങനെയാണ് ഖുറാസാൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഖുറാസാനിൽ ജനിച്ചു. ഖുറാസാനിൽ അദ്ദേഹത്തിന് ഉമ്മ ജീവിച്ചു. പിന്നീട് ബഗ്ദാദിലേക്ക് വരികയും അവിടെ പ്രസവിക്കുകയും ചെയ്തു. അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ അറിവിനോട് അങ്ങേയറ്റം ഇഷ്ടമുള്ള, അള്ളാഹുവിന്റെ ഇൽമിനെ സ്നേഹിച്ച മഹാനായ പണ്ഡിതനായിരുന്നു ഇമാം അഹ്മദ് റഹിമഹുല്ലാ. ബഗ്ദാദ് എന്ന് പറയുന്നത് ഒരു കാലം, നിങ്ങൾ അതിന്റെ ചരിത്രം വായിച്ചാൽ, പ്രത്യേകിച്ച് ഖതീബ് അൽ ബഗ്ദാദിയൊക്കെ അതിന്റെ ചരിത്രം രേഖപ്പെടുത്തിയത് വായിച്ചു നോക്കിയാൽ, ഇസ്ലാമിക നാഗരികതയുടെ കേന്ദ്രമായിരുന്നു ബഗ്ദാദ്. ഇൽമിന്റെ കേന്ദ്രം, ധാരാളം പണ്ഡിതന്മാർ ഒത്തൊരുമിച്ചിരിക്കുന്ന സ്ഥലമാണ് ബഗ്ദാദ് എന്ന് പറയുന്ന പ്രദേശം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അവിടെ ജനിച്ചു. അദ്ദേഹം അവിടെ തന്നെ പഠനം ആരംഭിച്ചു. ഏകദേശം 20 വയസ്സ് വരെ, അദ്ദേഹം 16ാമത്തെ വയസ്സ് മുതൽ 20 വയസ്സ് വരെ അവിടെ ഉണ്ടായിരുന്ന വലിയ പണ്ഡിതൻ ഹുശൈം ഇബ്നു ബഷീർ അൽ വാസിതി റഹിമഹുല്ലാ, വലിയ മുഹദ്ദിസാണ്. അദ്ദേഹത്തിന്റെ അരികിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പഠിച്ചു. 4 വർഷത്തോളം സ്വന്തം നാട്ടിൽ അദ്ദേഹം പഠിച്ചു. പിന്നീട് അതിന്റെ പരിസര പ്രദേശങ്ങൾ, ബഗ്ദാദിന്റെ, ഇറാഖിന്റെ മറ്റ് പരിസര പ്രദേശങ്ങളിലേക്ക്, ബഗ്ദാദ് പോലെ മറ്റ് പരിസര പ്രദേശമായ ബസറയിലേക്കും കൂഫയിലേക്കും, നമ്മൾ ധാരാളമായി കേൾക്കാറുള്ള സ്ഥലമാണ് ബസറയും കൂഫയും. അതെവിടെയാണ്? ഇറാഖിലാണ്. ഇറാഖിലെ ഈ പ്രദേശങ്ങളിലേക്ക് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ യാത്ര ചെയ്തു. അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും കണ്ടെത്താൻ സാധിക്കുന്ന വലിയൊരു കാര്യമാണ്, അദ്ദേഹം ഇൽമിന് വേണ്ടി വളരെയധികം യാത്ര ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. നമുക്കിന്ന് AC റൂമിലിരുന്ന് അൽഹംദുലില്ലാഹ് ഈ ഇൽമ് ലഭിക്കാൻ അള്ളാഹു സൗകര്യമൊരുക്കി തന്നു. പലപ്പോഴും ആ ഒരു ശീലം നമുക്കുണ്ടായത് കാരണത്താൽ ഈ അറിവിനു വേണ്ടി ഇത്ര വലിയ ത്യാഗം സഹിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രം നാം ഓർക്കാറില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ധാരാളം പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്തു. അതുപോലെ അദ്ദേഹം യമനിലേക്ക് യാത്ര ചെയ്തു. ഹിജാസിലേക്ക്, മക്കയിലേക്കും മദീനയിലേക്കും ഇമാം അഹ്മദ് റഹിമഹുല്ലാ യാത്ര ചെയ്തു. വേറെ ചില സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന് വല്ലാതെ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ സമ്പാദ്യമില്ല, കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് പല യാത്രകളും ഇമാമു അഹ്ലുസുന്നക്ക് മുടങ്ങിയതായി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം 5 തവണയാണ് ഏകദേശം ഹിജാസിലേക്ക് വന്നത്. ഹിജാസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായും മക്കയും മദീനയുമാണ് ഇവിടെ ഉദ്ദേശം. മക്ക ഹിജാസിൽ പ്രവേശിക്കോ ഇല്ലെന്ന ചർച്ചകളൊക്കെ ഇമാം അസ്മഈയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു. മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, 5 തവണ അദ്ദേഹം ഹിജാസിലേക്ക്, ഇറാഖിൽ നിന്ന് മക്കയിലേക്കും മദീനയിലേക്കും വന്നു. അതിൽ 3 തവണ അദ്ദേഹം മക്കയിലേക്ക് നടന്ന് കാൽനടയായിട്ടാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ വന്നത് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേവലം ചരിത്രം പറഞ്ഞു പോകുന്നതിലപ്പുറം നമ്മുടെ മുൻഗാമികൾ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹിച്ചിരിക്കുന്ന ത്യാഗങ്ങൾ. ഹജ്ജിന് വേണ്ടി കാൽനടയായി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് വരുന്നു. അതിൽ അദ്ദേഹത്തിന് സാമ്പത്തികമായ പ്രയാസങ്ങളും മറ്റുമൊക്കെയുണ്ട്. അങ്ങനെ അദ്ദേഹം 3 തവണ നടന്നുകൊണ്ടും 2 തവണ വാഹനപ്പുറത്തുമായാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ മക്കയിലേക്ക് വന്നത്. ഇങ്ങനെ മക്കയിൽ വരുന്നതിനിടയിലാണ് അദ്ദേഹം ഒരു യാത്രയിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലയെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഇമാം ഷാഫിഈയിൽ നിന്ന് ചില കാര്യങ്ങൾ അദ്ദേഹം പഠിക്കുകയും ഇമാം ഷാഫിഈയിൽ നിന്ന് പല കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത ശേഷം പിന്നീട് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ബഗ്ദാദിൽ താമസമാക്കിയപ്പോൾ ഇമാം ഷാഫിഈയുടെ അരികിൽ സ്ഥിരമായി പോവുകയും അദ്ദേഹത്തിൽ നിന്ന് ഇൽമ് സ്വീകരിക്കുകയും ചെയ്തതായി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഇമാം ഷാഫിഈയുടെ പ്രധാന വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. ഇമാം ഷാഫിഈയുടെ പ്രധാന വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. അതുകൊണ്ട് ഇന്ന് നമ്മൾ പറയാറുള്ള 4 മദ്ഹബുകൾ, ഇമാം അബൂ ഹനീഫയുടെയും അതുപോലെ മാലിക്കിന്റെയും ഷാഫിഈയുടെയും അഹ്മദിന്റെയും മദ്ഹബ് നിങ്ങൾ നോക്കിയാൽ ഇമാം ഷാഫിഈയുടെയും ഇമാം അഹ്മദിന്റെയും മദ്ഹബുകൾ ഏകദേശം ഉസൂലുകൾ ഒന്നാണ്. ഏകദേശം ഉസൂലുകൾ ഒരേപോലെയാണ്.
ചില മസ്അലകളിൽ വ്യത്യാസമുണ്ടെങ്കിലും അടിസ്ഥാനപരമായ ഉസൂലുകളിൽ പ്രത്യേകിച്ച് വ്യത്യാസം അവർ തമ്മിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അത് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ 4 മദ്ഹബിനെ കുറിച്ച് ചെറിയൊരു ദർസ് ഞാൻ മുമ്പ് എടുത്തിരുന്നു. അത് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത് കേൾക്കാം. അപ്പൊ ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെയും ഇമാം ഷാഫിഈയുടെയും ഉസൂലുകൾ ഏകദേശം ഒരേപോലെയുള്ളതാണ്. അതുകൊണ്ടാണ് പൊതുവെ പണ്ഡിതന്മാർ പറയാറുള്ളത് ഇമാം അഹ്മദിനെ അഹ്മദാക്കി തീർത്തതിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലക്ക് വലിയ പങ്കുണ്ട്. അതുപോലെ ഇമാം അഹ്മദിന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാവുന്ന വലിയൊരു പാഠമാണ്, അദ്ദേഹം ദുനിയാവിനോട് അങ്ങേയറ്റം വിരക്തിയുള്ള ആളായിരുന്നു. ദുനിയാവിനെ ഒന്നും അദ്ദേഹം മോഹിച്ചിരുന്നില്ല. ദുനിയാവിൽ വലുതായി അദ്ദേഹത്തിനൊന്നും ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ ആര് അദ്ദേഹത്തിന് എന്ത് നൽകിയാലും അദ്ദേഹം അത് സ്വീകരിക്കാറില്ലായിരുന്നു. ആരെങ്കിലും സഹായമായി അദ്ദേഹത്തിന് എന്തെങ്കിലും നൽകിയാൽ അദ്ദേഹം അത് പൊതുവെ സ്വീകരിക്കാറില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ജീവിത ചെലവ് കണ്ടെത്തിയത്? അദ്ദേഹത്തിന്റെ വാപ്പ ഒഴിവാക്കിപ്പോയ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാപ്പ മരണപ്പെടുമ്പോൾ അനന്തരാവകാശമായി ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം, അതിൽ നിന്ന് വരുന്ന വാടക കൊണ്ടായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നത്. അതല്ലാതെ ദുനിയാവിനോട് ഒരു മോഹവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഭരണാധികാരികൾ അദ്ദേഹത്തിന് വലിയ വലിയ സമ്പാദ്യങ്ങൾ കൊടുത്തയക്കുമായിരുന്നെങ്കിലും അദ്ദേഹം അത് നിരസിക്കും. ചിലപ്പോഴൊക്കെ ഭരണാധികാരികളുടെ ഹദിയകൾ നിരസിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായാൽ അദ്ദേഹം അത് പെട്ടെന്ന് തന്നെ കൊടുത്തൊഴിവാക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ കാണാം. അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. എനിക്ക് എന്റെ സംസാരം കേൾക്കുന്നവരോട് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ കൂടുതൽ വായിക്കണം. അദ്ദേഹത്തിന്റെ ചരിത്രം പല ഭാഷകളിലും ലഭ്യമാണ്. നിങ്ങളത് വായിക്കാൻ തയ്യാറാകണം. ഭരണാധികാരികൾ അദ്ദേഹത്തിന് നൽകുന്ന ഹദായകളിൽ നിന്ന് അദ്ദേഹം ആ സമ്പാദ്യം മാത്രമല്ല, അവർ അതിനുപയോഗിച്ച കീസ് വരെ, അതിന് ഏതൊരു കവറിലാണോ അവർ സമ്പാദ്യം പണം കൊടുത്തയച്ചത് അതുവരെ അദ്ദേഹം എടുക്കാറില്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ മജാലിസുകളിൽ ധാരാളമായി ഇമാം അഹ്മദ് പങ്കെടുക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ധാരാളം പഠിക്കുകയും ചെയ്ത ശേഷം ഒരിക്കൽ ഇമാം ഷാഫിഈ റഹിമഹുല്ല ഇമാം അഹ്മദിനോട് പറഞ്ഞു, ഭരണാധികാരി ഒരാവശ്യം ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ആവശ്യം? യമനിലെ ഗവർണറായി താങ്കൾ, അല്ലെങ്കിൽ യമനിലെ ഖാളിയായി താങ്കൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. പഴയ കാലഘട്ടത്തിലെ ചരിത്രങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഇന്നും സൗദി അറേബ്യയിലൊക്കെ ഉള്ളതുപോലെ ഭരണകൂടത്തിന് ഔദ്യോഗികമായ ഒരു ഇഫ്താഇന്റെ വിഭാഗമുണ്ടാകും, മുഫ്തി ഉണ്ടാകും. ഇമാം അഹ്മദിനോട് ഇമാം ഷാഫിഈ പറയാണ്, ഭരണാധികാരി താങ്കളോട് യമനിന്റെ ഭരണാധികാരിയാകാൻ അല്ലെങ്കിൽ ഖാളിയാകാൻ നിർദ്ദേശിക്കുന്നുണ്ട്, താങ്കൾ അത് സ്വീകരിക്കണം. ഇമാം അഹ്മദ് റഹിമഹുല്ല അത് നിരസിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിഈയോട് ഇമാം അഹ്മദ് പറഞ്ഞതായി കാണാം, ഇനി താങ്കൾ എന്നോട് ഈ ആവശ്യം ഉന്നയിച്ചാൽ എനിക്ക് താങ്കളുടെ മുന്നിൽ വരാൻ പ്രയാസമുണ്ടാകുമെന്ന് വരെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഇമാം ഷാഫിഈയോട് പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ കാണാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കുള്ളൊരു പാഠം എന്താണ്? എത്രമാത്രം അവർ ദുനിയാവിന്റെ സ്ഥാനം കണ്ടിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇന്ന് ലഭിച്ച നേട്ടം എന്താണ്? ഇന്ന് അവരുടെ പേര് നമ്മൾ കേൾക്കുമ്പോൾ റഹിമഹുല്ല എന്ന് പറയുന്നു. ലോകത്തെ ഏത് മുസ്ലിം ഇമാം അഹ്മദിന്റെ പേര് കേൾക്കുമ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. കാരണം അവർ ദുനിയാവിനെ ഇഷ്ടപ്പെടാതിരുന്നു. അവർ പരലോകത്തിന് സ്ഥാനം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്മരണകൾ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ഇന്നും നിലനിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പദവികൾ ഇനിയും ഉയർത്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം പറയുമ്പോൾ നിങ്ങളിൽ പലരും കേട്ട കാര്യമായിരിക്കും അദ്ദേഹം അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ. ഈ പറഞ്ഞതുപോലെ ഒരു വശത്ത് ദാരിദ്ര്യം, ഒരു വശത്ത് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഇമാം അഹ്മദ് റഹിമഹുല്ല അനുഭവിക്കുമ്പോഴും അദ്ദേഹം ജീവിതത്തിൽ വലിയൊരു പ്രയാസം സഹിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ പ്രയാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ, ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, പ്രവാചകന്റെ കാലഘട്ടം മുതൽ മുസ്ലിമീങ്ങളുടെ വിശ്വാസം, അള്ളാഹുവിന്റെ വിഷയത്തിലുള്ള വിശ്വാസം, അള്ളാഹു സംസാരിക്കും. അള്ളാഹുവിന്റെ വിഷയത്തിലുള്ള നമ്മുടെ വിശ്വാസം എന്താണ്? അള്ളാഹു സംസാരിക്കുമെന്നായിരുന്നു. അള്ളാഹു സംസാരിക്കും, അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കും. അതിന് ശബ്ദമുണ്ട്, അതിന് അക്ഷരങ്ങളുണ്ട്, അത് മലക്കുകൾ കേൾക്കുന്നുണ്ട് എന്നതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ഇതാണ് പഴയ കാലഘട്ടം മുതൽ സഹാബത്തും താബിഈങ്ങളും അത്ബാഉ താബിഈങ്ങളും വിശ്വസിച്ചു വന്ന വിശ്വാസം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ കാലമായപ്പോഴേക്കും ഒരു വിഭാഗം വന്നു. എന്താണ് അവരുടെ പേര്? മുഅ്തസിലിയാക്കൾ. മുഅ്തസിലിയാക്കൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമായ പരിശുദ്ധ ഖുർആൻ, നാം ഇന്ന് എല്ലാവരും പറയും ഇത് റബ്ബിന്റെ കലാമാണ്. എന്നാൽ മുഅ്തസിലിയാക്കൾ പറഞ്ഞു ഇത് അല്ലാഹുവിന്റെ കലാമല്ല, മറിച്ച് അത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന വാദം
ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ കാലഘട്ടത്തിൽ മുഅ്തസിലിയാക്കൾ കൊണ്ടുവന്നു. അവർ ആദ്യം തന്നെ ഈ ചിന്താഗതി കൊണ്ടുവന്നിരുന്നെങ്കിലും അന്ന് അബ്ബാസി ഭരണാധികാരിയായിരുന്ന ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ല അവരുടെ ഈ ചിന്താഗതിയെ ഹാറൂൻ അർ റഷീദ് ബിദ്അത്തുകാർക്കെതിരിൽ ശക്തമായ നിലപാടെടുത്ത അഹ്ലുസുന്നയുടെ മനഹജിൽ ഉറച്ചു നിന്ന വലിയ പണ്ഡിതനായിരുന്നു, അല്ലെങ്കിൽ വലിയ ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെ ഹാറൂൻ അർ റഷീദിന്റെ കാലഘട്ടത്തിൽ ഈ അഭിപ്രായം പുറത്തു പറയാൻ അവർ മടിച്ചിരുന്നു. ഹാറൂൻ അർ റഷീദിന്റെ ചരിത്രം നിങ്ങൾ അറിയണം. നമുക്ക് സമയം കുറവായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഹാഫിദ് അദ്ദഹബി പറയുന്നത് ഖസ്സാബുസ് സനാദിക എന്നാണ്. സിന്ദീഖിനെ, നിരീശ്വരവാദികളെ, മതനിഷേധികളെ വകവരുത്താൻ എല്ലാവിധ മാർഗങ്ങളും സ്വീകരിച്ചിരുന്ന ആളായിരുന്നു ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഹദീസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി. അതിലൊരു വ്യക്തി ധാരാളം ഹദീസുകൾ കെട്ടിച്ചമച്ചു. ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ല കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങളെ ഈ ചെയ്തിരിക്കുന്ന ശക്തമായ വലിയ പാപം കാരണത്താൽ സിന്ദീഖുകൾ രണ്ട് രൂപത്തിലാണ് ഹദീസുകൾ കെട്ടിച്ചമച്ചതായി പറഞ്ഞത്. ഒന്ന്, അവർ കെട്ടിച്ചമക്കും, ഇല്ലാത്ത ഹദീസുകൾ ഉണ്ടാക്കും. രണ്ടാമത്തേത്, പ്രവാചകരിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസുകളെ കുറിച്ച് അവർ പറയും, ഇത് നമ്മൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്, മുസ്ലിമീങ്ങൾക്ക് സംശയമുണ്ടാക്കാൻ. ഇത് രണ്ടും സിന്ദീഖിന്റെ മാർഗമാണ്. ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ല അദ്ദേഹത്തോട് പറഞ്ഞു, നിന്നെ വധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സമയം ആ വ്യക്തി തിരിച്ച് ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ലയോട് പറഞ്ഞു, എന്നെ താങ്കൾ വധിക്കുകയാണെങ്കിൽ ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ ഏകദേശം 4000-ഓളം ഹദീസുകൾ ഞാൻ കെട്ടിച്ചമച്ച് പ്രവാചകന്റെ പേരിൽ കള്ളമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. 4000-ഓളം ഹദീസുകൾ. എന്നെ നിങ്ങൾ വധിച്ചു കളഞ്ഞാൽ ഇത് വേർതിരിക്കാൻ ആർക്കാണ് സാധിക്കുക? ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ല അഹ്ലുസുന്നയുടെ മനഹജിൽ ഉറച്ചു നിന്ന മഹാനായ ആ പണ്ഡിതൻ, ആ ഭരണാധികാരി, അദ്ദേഹം മറുപടി പറഞ്ഞു, യാ അദുവല്ലാഹ്, യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവേ, അബൂ ഇസ്ഹാഖ് അൽ ഫസാരിയും അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്കും ജീവിച്ചിരിക്കുന്ന നാട്ടിലാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. ഫഇന്നഹുമാ യൻഖുലാനിഹി ഹർഫൻ ഹർഫ, നീ പ്രവാചകന്റെ പേരിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അത് കേവലം ഒരു ഹർഫാണെങ്കിൽ പോലും, ഒരു വാക്കാണെങ്കിൽ പോലും പ്രവാചകന്റെ പേരിൽ നീ കെട്ടിച്ചമച്ചിട്ടുണ്ട് എങ്കിൽ അത് വേർതിരിച്ചെടുക്കാൻ കഴിവുള്ള ഇബ്നുൽ മുബാറക്കും അബൂ ഇസ്ഹാഖ് അൽ ഫസാരിയും ജീവിച്ചിരിക്കുന്ന നാട്ടിലാണ് നീ ഉള്ളത് എന്ന് ഓർമ്മ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സിന്ദീഖിനെ കൊന്നുകളഞ്ഞതായി ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ലയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ലയുടെ കാലഘട്ടത്തിൽ മുഅ്തസിലിയാക്കൾ വന്നെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ അവർക്ക് ഭയമായിരുന്നു. കാരണം ഭരണാധികാരികൾ, ഇന്ന് അഹ്ലുസുന്നയുടെ ഭരണാധികാരികൾ ചെയ്യുന്നത് പോലെ ഭരണാധികാരികളെ ഭയന്നുകൊണ്ട് ബിദ്അത്തിന്റെ ആളുകൾ അവരുടെ നാവ് പൊന്തിച്ചില്ല. വർഷങ്ങൾ കഴിഞ്ഞു. ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ലക്ക് ശേഷം മഅ്മൂൻ എന്ന് പറയുന്ന ഭരണാധികാരി ഭരണമേറ്റെടുത്തു. പിന്നെ മുഅ്തസിലിയാക്കൾ അദ്ദേഹത്തോട് സംസാരിക്കുകയും അവരുടെ അഭിപ്രായം, അഥവാ ഖുർആൻ സൃഷ്ടിവാദം, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, സംസാരമല്ല എന്ന വാദം മഅ്മൂൻ എന്ന് പറയുന്ന ഭരണാധികാരി സ്വീകരിച്ചു. അങ്ങനെ മഅ്മൂൻ ആ അഭിപ്രായം സ്വീകരിക്കുകയും അന്നത്തെ സൈനിക മേധാവിയായ, അല്ലെങ്കിൽ പോലീസ് മേധാവിയായ ഇസ്ഹാഖ് എന്ന് പറയുന്ന വ്യക്തിയോട് പറഞ്ഞു, ജനങ്ങളോടെല്ലാവരും, എല്ലാ ജനങ്ങളും ഈ വിശ്വാസമേ വിശ്വസിക്കാവൂ എന്ന് അവർക്ക് നിർദ്ദേശം നൽകണം. അങ്ങനെ ധാരാളം ആളുകൾ അന്ന് പരീക്ഷിക്കപ്പെട്ടു. എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്നുള്ളതാണ്. ആ സമയം ചില പണ്ഡിതന്മാർ ഫിത്ന ഭയന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? കുഫറിന്റെ വാക്ക് മനസ്സുകൊണ്ട് തൃപ്തിപ്പെടാതെ നാവിൽ പറയാം. ചില പണ്ഡിതന്മാർ അത് സ്വീകരിച്ചു. എന്നാൽ വേറെ ചില ഉലമാക്കൾ, ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നതനുസരിച്ച് ഏകദേശം 5 പണ്ഡിതന്മാരോളം അവർ വിസമ്മതിച്ചു. അവർ പറഞ്ഞു, ഒരു കാരണവശാലും ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന വാദം നമ്മൾ പറയുകയില്ല, അത് അല്ലാഹുവിന്റെ കലാമാണ്. അത് പറഞ്ഞ 5 പണ്ഡിതന്മാർ, അതിലേറ്റവും പ്രധാനി ഇമാമു അഹ്ലുസുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല. രണ്ടാമത്തെ വ്യക്തി ഇമാം മുഹമ്മദ് ബിൻ നൂഹ്, അദ്ദേഹം ആ ഫിത്നക്കിടയിൽ ഒരു യാത്രാവേളയിൽ മരണപ്പെട്ടു. മൂന്നാമത്തേത് നുഐം ഇബ്നു ഹമ്മാദ് അൽ ഖുസാഇ റഹിമഹുല്ലാ, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, വലിയ പണ്ഡിതൻ. അദ്ദേഹവും യഹ്യ ഇബ്നു മഈനുമായുള്ള ചരിത്രം പ്രസിദ്ധമാണ്. നുഐം ഇബ്നു ഹമ്മാദ്, അതുപോലെ തന്നെ അബൂ യഅഖൂബ് അൽ ബുവൈത്തി, അതുപോലെ തന്നെ അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇ. ഈ 5 പണ്ഡിതന്മാർ ഖൽഖുൽ ഖുർആൻ, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറയാൻ വിസമ്മതിച്ചു. അതിലേറ്റവും പ്രധാനി ഇമാം അഹ്ലുസുന്ന ഇമാം അഹ്മദ് ആയിരുന്നു. കാരണം ബാക്കിയുള്ള 4 ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് ബിൻ നൂഹ് ഒരു യാത്രാമധ്യേ മരണപ്പെട്ടു.
രണ്ടാമത്തെ അബൂ യഅഖൂബ് അൽ-ബൂത്തി, അദ്ദേഹം തടവറയിൽ വെച്ച് മരണപ്പെട്ടു. അപ്രകാരം നുഐം ഇബ്നു ഹമ്മാദും തടവറയിൽ വെച്ച് മരണപ്പെട്ടു. അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇയെ വാസിഖ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി കൊന്നുകളയുകയും ചെയ്തു. എന്നാൽ ഈ ഫിത്ന ആദ്യം മുതൽ അവസാനം വരെ സഹിച്ച പണ്ഡിതനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. പ്രിയപ്പെട്ടവരെ, ഇമാം അഹ്മദ് വിസമ്മതിച്ചെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ ശരിക്കും ആ പേരുകൾ ശ്രദ്ധിക്കണം. മഅ്മൂനാണ് ആദ്യം ഈ ഫിത്ന കൊണ്ടുവന്നവൻ. മഅ്മൂൻ, ഇമാം അഹ്മദ് മഅ്മൂനിന്റെ അഭിപ്രായം സ്വീകരിച്ചില്ല എന്നറിഞ്ഞപ്പോൾ മഅ്മൂനിന് ദേഷ്യമായി. മഅ്മൂൻ പറഞ്ഞു, ഇമാം അഹ്മദിനെ എന്റെ അരികിലേക്ക് കൊണ്ടുവരണം. ഇമാം അഹ്മദിനെയും മുഹമ്മദ് ബിൻ നൂഹിനെയും അവന്റെ ഭടന്മാർ, മഅ്മൂനിന്റെ ഭടന്മാർ ബഗ്ദാദിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്നതിനിടയിൽ ഇമാം അഹ്മദ് കേൾക്കാറുണ്ട് പൊതുവെ മഅ്മൂൻ പറയുന്നതായി, എന്റെ കയ്യിലെങ്ങാനും ഇമാം അഹ്മദിനെ ലഭിച്ചിരുന്നുവെങ്കിൽ, ഇമാം അഹ്മദിനെ കിട്ടിയാൽ ഞാൻ ഇഞ്ചിഞ്ചായി അഹ്മദ് ബിൻ ഹംബലിനെ കൊന്നുകളയുമെന്ന് മഅ്മൂൻ പൊതുവെ പറയാറുണ്ട്. ഇത് ഇമാം അഹ്മദിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഇമാം അഹ്മദ് റഹിമഹുല്ലാ ആ സമയം ദുആ ചെയ്തു, അല്ലാഹുവേ, മഅ്മൂനിന്റെ മുഖം എനിക്ക് നീ കാണിച്ചു തരരുത്. യാത്രാമധ്യേ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലക്ക് വിവരം ലഭിക്കുന്നു, മഅ്മൂൻ മരണപ്പെട്ടു. ഇമാം അഹ്മദ് റഹിമഹുല്ല പറയാണ്, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ കരുതി എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം വന്നിരിക്കുകയാണ്, മഅ്മൂൻ ഇതാ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ മഅ്മൂൻ മരണപ്പെട്ടു. പക്ഷേ പിന്നീട് ഇമാം അഹ്മദ് റഹിമഹുല്ല കേൾക്കുകയാണ്, മഅ്മൂനിന് ശേഷം ഭരണാധികാരം മുഅ്തസിം എന്ന് പറയുന്ന ഭരണാധികാരി ഏറ്റെടുത്തു. മുഅ്തസിം എന്ന് പറയുന്ന ഭരണാധികാരി ഈ ഭരണം ഏറ്റെടുത്തു. മുഅ്തസിമിന്റെ ഭരണസമയത്ത് ആദ്യം അദ്ദേഹം ചെയ്തത് എന്താണ്? മുഅ്തസിം ചെയ്തത് എന്താണ്? ഈ മഅ്മൂനിന് ഖുർആൻ സൃഷ്ടിവാദമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. രണ്ടാമത് വന്ന മുഅ്തസിമും ഈ വാദമുണ്ട് എന്ന് മാത്രമല്ല, അവരുടെ ഭരണകൂടത്തിന്റെ ഖാളിയായി നിശ്ചയിച്ചത് ഇബ്നു അബി ദുആദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനെയായിരുന്നു. മുഅ്തസിലി പണ്ഡിതൻ ഇബ്നു അബി ദുആദ്. ഇബ്നു അബി ദുആദിന്റെ തീരുമാനപ്രകാരമാണ് ദീനി വിഷയത്തിൽ മുഅ്തസിം വിധി നൽകാറുള്ളത്. ആദ്യത്തെ ഭരണാധികാരി മഅ്മൂൻ, പേര് മറന്നുപോകരുത്. രണ്ടാമത്തേത് മുഅ്തസിം വന്നയുടൻ ആദ്യം പറഞ്ഞ കൽപ്പന, ഇബ്നു അബി ദുആദിന്റെ പ്രേരണയാൽ ഇമാം അഹ്മദിനെ തടവറയിൽ അടക്കണം, ഇമാം അഹ്മദിനെ ജയിലിലിടാൻ വേണ്ടി തീരുമാനിച്ചു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഏകദേശം 2 വർഷത്തിലധികം ജയിലിൽ കിടന്നു. പിന്നീട് അദ്ദേഹത്തിന് ഒരു കുടുംബക്കാരൻ അന്നത്തെ പട്ടാള മേധാവിയെ സമീപിക്കുകയും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇമാം അഹ്മദിനെതിരിൽ ഇങ്ങനെ ഒരു ആരോപണമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹത്തെ നിങ്ങൾ വിളിക്കുക, നിങ്ങളുടെ ഭാഗത്തുള്ള പണ്ഡിതന്മാരെയും നിങ്ങൾ അണിനിരത്തുക. ശേഷം ഈ മസ്അലയിൽ, ഈ വിഷയത്തിൽ എന്താണ് ഓരോരുത്തരുടെയും നിലപാട് എന്ന് സംസാരിപ്പിക്കുക. അന്നത്തെ പട്ടാള മേധാവി, അന്നത്തെ ഭരണാധികാരിയായ മുഅ്തസിമിനോട് അനുമതി ചോദിച്ചു. ഇങ്ങനെ ഒരു ആവശ്യം വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം? അനുമതി ലഭിച്ചു. ഇമാം അഹ്മദുമായി സംവാദം നടക്കണം. ഇമാം അഹ്മദിനെ മുഅ്തസിമിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവരികയും അവിടെ വെച്ച് സംസാരം നടക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ കാണാം, കൈകളിൽ ചങ്ങലകൾ ഇട്ടുകൊണ്ട്, കാലുകളിൽ ചങ്ങല ഇട്ടുകൊണ്ട്, ആ ചങ്ങലകളുടെ ഭാരത്താൽ നടക്കാൻ പോലും സാധിക്കാത്ത നിലയിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ മുഅ്തസിമിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ആദ്യം അദ്ദേഹത്തെ ഒരു മുറിയിലേക്ക് പ്രവേശിപ്പിച്ചു. അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല, അവിടെ വെളിച്ചമുണ്ടായിരുന്നില്ല, ഒരു വെളിച്ചവും ഇല്ലാത്ത സ്ഥലം. അദ്ദേഹം പറയുകയാണ്, ഞാൻ കൈനീട്ടി നോക്കിയപ്പോൾ അവിടെ ഒരൽപ്പം വെള്ളമുണ്ട്. അദ്ദേഹം വുളൂ ചെയ്തു, അവിടെ വെച്ച് നിസ്കരിച്ചു. ശേഷം മുഅ്തസിമിന്റെ കൊട്ടാരത്തിൽ സംവാദത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടു. മുഅ്തസിലിയാക്കളുടെ പണ്ഡിതന്മാർ ഒരു വശത്ത് ധാരാളമായിരുന്നു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഒരു വശത്തിരുന്നു. ഇബ്നു അബി ദുആദ് എന്ന് പറയുന്ന മുഅ്തസിലി പണ്ഡിതൻ ഇമാം അഹ്മദിനോട് പറഞ്ഞു, നിന്നെ ഇപ്പോൾ ഭരണാധികാരി വധിച്ചു കളയും. ഈ സമയം ഇമാം അഹ്മദ് റഹിമഹുല്ല കൊട്ടാരത്തിൽ ഇത്രയും ഭീതിയുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇമാം ഷാഫിഈയുടെ മറ്റു ചില വിദ്യാർത്ഥികൾ ആ വഴിയിൽ വന്നു. ഇത് കണ്ടപ്പോൾ ഇമാം അഹ്മദ് അവരോട് ചോദിച്ചു, ഖുഫ് തടവുന്ന വിഷയത്തിൽ ഇമാം ഷാഫിഈ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇൽമിനോടുള്ള സ്നേഹം. ഒരു വശത്ത് ഇപ്പോൾ കൊല്ലപ്പെടുമെന്ന് ഇമാം അഹ്മദ് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ദീനിന്റെ മസ്അലകളിൽ അവർ കൊടുക്കുന്ന സ്ഥാനം. പ്രിയപ്പെട്ടവരെ, സംവാദം ആരംഭിച്ചു. മുഅ്തസിലിയാക്കൾ അവരുടെ വാദം പറഞ്ഞു. ഇമാം അഹ്മദ് ഖണ്ഡിച്ചു. ഇമാം അഹ്മദ് ഓരോരോ കാര്യങ്ങളും പറഞ്ഞു ഖണ്ഡിച്ചു. അവസാനം മുഅ്തസിമിന് വരെ ബോധ്യപ്പെട്ടു, ഇമാം അഹ്മദിനെ അതിജയിക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല. ഇമാം അഹ്മദ് റഹിമഹുല്ല അവർ പറയുന്ന എല്ലാ പ്രമാണങ്ങളും ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ട് ഖണ്ഡിച്ചു. അവസാനം ഇമാം അഹ്മദ് അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന വാദത്തിന്, അഥവാ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന വാദത്തിന് ഒരു തെളിവ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഹാജരാക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? ഇബ്നു അബി ദുആദ് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് കാര്യവും ഖുർആനും ഹദീസും അനുസരിച്ച് മാത്രമേ ചെയ്യാവൂ? ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞു, ഖുർആനിന്റെയും ഹദീസിന്റെയും മേലിലല്ലാതെ വേറെ എന്ത് കാര്യത്തിലാണ് ദീനുൽ ഇസ്ലാം നിലനിൽക്കുന്നത് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ല അവരോട് തിരിച്ചു ചോദിച്ചു. പ്രിയപ്പെട്ടവരെ,
ഇമാം അഹ്മദിന്റെ മുമ്പിൽ ഈ പണ്ഡിതന്മാരൊക്കെ പരാജയപ്പെട്ടത് കണ്ടപ്പോൾ ഈ പണ്ഡിതന്മാർ അന്നത്തെ ഭരണാധികാരി മുഅ്തസിമിനോട് പറഞ്ഞു, ഇവന്റെ വാക്കുകൾ വെച്ചുകൊണ്ട് താങ്കളെ മയപ്പെടുത്തുകയാണ്. താങ്കൾ ഒരു കാരണവശാലും ഇത് കേൾക്കാൻ പാടില്ല. അവൻ കാഫിറാണ്, അവനെ വധിച്ചു കളയുക. അതിന്റെ എന്തുത്തരവാദിത്വമുണ്ടെങ്കിലും അത് നമ്മുടെ റിഖാബിലാണ്, നമ്മുടെ ഉത്തരവാദിത്വത്തിലാണ് എന്ന് അന്നത്തെ പണ്ഡിതന്മാർ ഫത്വ നൽകി. പക്ഷേ മുഅ്തസിം അതിന് തയ്യാറായില്ല. മുഅ്തസിം അവസാനം ഇമാം അഹ്മദ് റഹിമഹുല്ല മരണപ്പെടും എന്നൊരവസ്ഥ വന്നപ്പോൾ ഇമാം അഹ്മദിനെ ഒഴിവാക്കി വിട്ടു. പിന്നീട് ഇമാം അഹ്മദ് റഹിമഹുല്ല വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അദ്ദേഹത്തിന് അസുഖമൊക്കെ ഭേദമായപ്പോഴാണ് മുഅ്തസിം മരണപ്പെടുന്നത്. രണ്ടാമത്തെ ഭരണാധികാരിയുടെ മരണം സംഭവിച്ചു. പിന്നീട് വരുന്നത് വാസിഖ് എന്ന് പറയുന്ന ഭരണാധികാരിയാണ്, അതിക്രൂരനായ ഭരണാധികാരി. വാസിഖിന്റെ കാലഘട്ടം വന്നു. വാസിഖ് ഇസ്ലാമിനെതിരിൽ ശക്തമായി, അല്ലെങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് അങ്ങേയറ്റം ശത്രുതയുള്ള ഒരു വ്യക്തിയായിരുന്നു വാസിഖ്. അന്ന് അഹ്ലുസുന്നക്കെതിരിൽ ശക്തമായ പ്രവർത്തനങ്ങൾ ഈ വാസിഖ് എന്ന് പറയുന്ന ഭരണാധികാരി നടത്തി. നിങ്ങൾ ചിന്തിക്കണം, ഒരു പണ്ഡിതൻ വർഷങ്ങൾ ഇത്രയും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. വാസിഖ് വന്നു അഹ്ലുസുന്നയെ ഒന്നടങ്കം, ഇമാം അഹ്മദിനെ മാത്രമല്ല അഹ്ലുസുന്നയെ ഒന്നടങ്കം പ്രയാസപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. കേവലം ഇമാം അഹ്മദിനെ കൊണ്ടുവന്ന് ഇവിടെ ജയിലറകളിൽ ഇട്ടാലും, ഇമാം അഹ്മദിനെ ചാട്ടവാറുകൊണ്ട് അടിച്ചാലും ഇമാം അഹ്മദ് റഹിമഹുല്ല പിന്തിരിയില്ല എന്ന് വാസിഖിന് ഉറപ്പുണ്ടായിരുന്നു. കാരണം ഇമാം അഹ്മദിനെ ചാട്ടവാറടിച്ച ആ ജോലിക്കാരൻ അവന് പറയാറുണ്ട്, ഞാൻ അടിച്ച അടിയെങ്ങാനും ഇമാം അഹ്മദിനെ അടിച്ച അടി, അതിൽ നിന്ന് കേവലം 2 അടികൾ ഞാനൊരു പശുവിനെ അടിച്ചിരുന്നെങ്കിൽ അത് മരിച്ചു പോകുമായിരുന്നു എന്ന് ആ വ്യക്തി പറയാറുണ്ട്. അത്രയും കഠിനമായി ഇമാം അഹ്മദിനെ അടിക്കും. അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ കാണാം, അടിച്ച് അവശനായി അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ടാൽ മുഖത്ത് വലിച്ചയച്ചുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ തടവറയിലേക്ക് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ വാസിഖ് വന്നു. വാസിഖിന് മനസ്സിലായി ഇമാം അഹ്മദിനെ ഈ രീതിയിലൊന്നും പ്രയാസപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവൻ എന്ത് ചെയ്തു? വാസിഖ് പറഞ്ഞു, ഇമാം അഹ്മദ് വീട്ടിൽ നിന്ന് ആദ്യം പറഞ്ഞു, താങ്കൾ ഈ നാട് വിട്ടു പോകണം, എവിടെയും താങ്കൾ സംസാരിക്കാൻ പാടില്ല, താങ്കൾ ഫത്വ നൽകരുത്, ദീന് പഠിപ്പിക്കാൻ പാടില്ല. അതാണ് ഏക മാർഗമെന്ന് വാസിഖിന് മനസ്സിലായി. ഇമാം അഹ്മദ് റഹിമഹുല്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയായി. പിന്നീട് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയപ്പോഴും വീട്ടിൽ നിന്ന് ജുമുഅ നിസ്കാരങ്ങൾക്കോ ജമാഅത്ത് നിസ്കാരങ്ങൾക്കോ പുറത്തു പോകാൻ പാടില്ലായിരുന്നു. വളരെ വലിയ പ്രയാസം. ജമാഅത്ത് നിസ്കാരത്തിന് വരെ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ അനുമതി നിഷേധിക്കപ്പെട്ടു. 14 വർഷത്തോളം നീണ്ടുനിന്ന ഫിത്നയാണ് പ്രിയപ്പെട്ടവരെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സഹിച്ചത്. 14 വർഷം 3 ഭരണാധികാരികൾ തുടർച്ചയായി വന്ന് അദ്ദേഹത്തെ ഈ രൂപത്തിൽ പീഡിപ്പിച്ചു. പിന്നീടാണ് അതിനുശേഷമുള്ള ഭരണാധികാരി മുതവക്കിൽ എന്ന് പറയുന്ന ഭരണാധികാരി വരുന്നത്. അദ്ദേഹം അഹ്ലുസുന്നയുടെ ആശയം സ്വീകരിച്ച വ്യക്തിയായിരുന്നു. മുഅ്തസിലിയാക്കൾ അദ്ദേഹത്തിനെ സമീപിക്കുകയും അദ്ദേഹത്തിന് ഇമാം അഹ്മദിനെതിരിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും മുതവക്കിൽ സ്വീകരിച്ചിരുന്നില്ല. മറിച്ച് ഇമാം അഹ്മദിനെ അദ്ദേഹം അങ്ങേയറ്റം ബഹുമാനിച്ചു. ഇമാം അഹ്മദിന് രോഗമായ അവസ്ഥയിൽ ചികിത്സിക്കാൻ ഡോക്ടറെയൊക്കെ അദ്ദേഹം അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ മുതവക്കിൽ വന്നതോടുകൂടി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലക്ക് ഇസ്സത്ത് ലഭിച്ചു. ചില ചരിത്രങ്ങളിൽ കാണാം, പിന്നീട് മുതവക്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഖാളിയായി നിശ്ചയിക്കാൻ തീരുമാനിച്ചാൽ ഇമാം അഹ്മദിനോട് അഭിപ്രായം ചോദിക്കുമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത 14 വർഷത്തോളം കൊടിയ പീഡനങ്ങൾക്ക് വിധേയമായ ഇമാം അഹ്ലുസുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പിന്നീട് അങ്ങേയറ്റം ബഹുമാനിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഖാളിമാരെ നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ സബർ ചെയ്താൽ അല്ലാഹു എത്രമാത്രം ഒരു വ്യക്തിയെ ഉയർത്തുമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് അവരുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന നാം, ഇമാമുമാരുടെ മാർഗത്തിൽ സഞ്ചരിക്കും എന്ന് പറയുന്ന നാം, പ്രിയപ്പെട്ടവരെ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് പലപ്പോഴും ദീന് വിട്ടേക്കുന്ന അവസ്ഥ പല ആളുകൾക്കും വരുന്നു. ഒരു പ്രയാസം. എന്നാൽ ഇമാം അഹ്മദിനെ നോക്കൂ, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വലിയ പണ്ഡിതന്മാർ, അലി ഇബ്നു അബ്ദുല്ലാഹിൽ മദീനിയെ പോലെയുള്ളവർ, അവരൊക്കെ ഖൽഖുൽ ഖുർആനിന്റെ ഫിത്ന വന്നപ്പോൾ ആ സമയം കൊല്ലപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അവർ ഭരണാധികാരി പറയുന്ന വാക്ക് പറഞ്ഞിരുന്നു. പക്ഷേ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞില്ല. കാരണം ജനങ്ങൾക്കിടയിൽ അത്രയും സ്വീകാര്യനായ ഒരു വ്യക്തിയായിരുന്നു ആ സമയം ഇമാം അഹ്മദ് റഹിമഹുല്ല. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അത് ജനങ്ങൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇമാം അഹ്മദ് ഉറച്ചു നിന്നു. അതുകൊണ്ടാണ് ഇമാം മുസനി റഹിമഹുല്ല പറഞ്ഞത്, യൗമുർ റിദ്ദയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ചില ആളുകൾ മുർത്തദ്ദായ സംഭവം നിങ്ങൾക്കറിയാം. അവരോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ച നിലപാട് പോലെയാണ് യൗമുൽ മിഹ്നയിൽ
ഇമാമു അഹ്ലുസുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല നിലകൊണ്ടത് എന്ന് ഇമാം മുസനി റഹിമഹുല്ല പറയുന്നതായി കാണാം. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക മേഖലയിലുള്ള കഴിവ് നമ്മൾ പറയേണ്ടതില്ല, അത്രയും വലിയ പണ്ഡിതനാണ്. അബൂ സുറഅത്ത് റാസി റഹിമഹുല്ല പറയുന്നത് പോലെ അദ്ദേഹം കാന യഹ്ഫദു അൽഫ ഹദീസ്, അദ്ദേഹം 1,000,000 ഹദീസുകൾ, 10 ലക്ഷത്തോളം ഹദീസുകൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല മനഃപ്പാഠമാക്കിയിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും ഇൽമിന് വേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരിക്കൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹജ്ജിന്റെ സാഹചര്യത്തിൽ അദ്ദേഹവും യഹ്യ ബിൻ മഈനുമാണ് ഹജ്ജിന് പോയത്. യഹ്യ ബിൻ മഈനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഞാനിങ്ങനെ പല പണ്ഡിതന്മാരുടെയും പേര് പറയുമ്പോൾ നിങ്ങൾ പഠിക്കണമെന്ന് പറയുന്നത് നിങ്ങളൊരു ആലങ്കാരികമായി കാണരുത്. നിങ്ങളത് കഴിവിന്റെ പരമാവധി അവരുടെ ചരിത്രങ്ങൾ വായിച്ചു പഠിക്കണം. ഇബ്നു മഈൻ എന്നൊക്കെ പറയുന്നത് ദീനിനു വേണ്ടി പ്രത്യേകിച്ച് ഹദീസിന്റെ മേഖലയിൽ അത്രയും വലിയ സേവനങ്ങൾ അനുഷ്ഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാരിൽപ്പെട്ടവരാണ് ഇബ്നു മഈൻ റഹിമഹുല്ല. ഒരിക്കൽ ഇബ്നു മഈനിന്റെ കൂടെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല യാത്ര പോയി, മക്കയിലേക്ക് വന്നു. അവിടെ അബ്ദുർ റസാഖ് അസ്സനആനിയെ തവാഫിനിടയിൽ വെച്ച് കണ്ടുമുട്ടി. ഇബ്നു മഈനും അഹ്മദ് ബിൻ ഹംബലും അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഹജ്ജ് കഴിഞ്ഞ് നേരെ യമനിലേക്ക് പോയി അബ്ദുർ റസാഖ് അസ്സനആനിയുടെ അരികിൽ പോയി ഹദീസ് പഠിക്കണം. യാത്രാവേളയിൽ മക്കയിൽ വെച്ച് തന്നെ അബ്ദുർ റസാഖ് അസ്സനആനിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് യഹ്യ ബിൻ മഈനെ മുമ്പ് പരിചയമുണ്ടായിരുന്നു. യഹ്യ ബിൻ മഈൻ അബ്ദുർ റസാഖ് അസ്സനആനിയോട് പറഞ്ഞു, നാളെ മക്കയിൽ വെച്ച് താങ്കൾ നമുക്ക് ഹദീസ് പറഞ്ഞു തരണം. എന്താണ് ഉപകാരം? യമനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ. ഇമാം അഹ്മദ് റഹിമഹുല്ല ഇബ്നു മഈനോട് പറഞ്ഞു, താങ്കൾ എന്തിനാണ് ഇപ്പോൾ നാളെ മൗഇദ് ചോദിച്ചത്? നാളെ കാണണം എന്തിനാണ് പറഞ്ഞത്? നമുക്ക് ഇൽമിന്റെ മാർഗത്തിലുള്ള സഞ്ചാരം അത് ഒഴിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് യമനിലേക്ക് അബ്ദുർ റസാഖ് അസ്സനആനിയുടെ അരികിലേക്ക് വീണ്ടും ഇമാം അഹ്മദ് റഹിമഹുല്ല സഞ്ചരിച്ചതായി നമുക്ക് കാണാം. ആ സഞ്ചാരത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പ്രയാസം അനുഭവിച്ച് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണം തീർന്നപ്പോൾ അദ്ദേഹം ചുമട്ട് തൊഴിലാളിയായും മറ്റും ജോലി ചെയ്ത് ആ മാർഗത്തിലൂടെ അദ്ദേഹം സമ്പാദിച്ച പണം കൊണ്ടായിരുന്നു അദ്ദേഹം യാത്ര പൂർത്തീകരിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇമാമു അഹ്ലുസുന്ന എന്ന പേരൊക്കെ ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന്റെ പിന്നിൽ വലിയ ചരിത്രമുണ്ട്. അത് നമ്മൾ വായിക്കണം, അത് നമ്മൾ പഠിക്കണം. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ എത്രമാത്രം പരിശ്രമങ്ങളാണ് ഈ ദീനിനു വേണ്ടി ചിലവഴിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, എത്ര ആളുകൾ അവരുടെ ജീവിതം തന്നെ ഈ ദീനിന്റെ മാർഗത്തിൽ നൽകി, എത്ര ആളുകൾ ഷഹീദായി ഈ അഖീദ സ്ഥാപിക്കാൻ, എത്ര ആളുകൾ കൊല്ലപ്പെട്ടു ഈ അഖീദ സ്ഥാപിക്കാൻ, എത്ര ആളുകൾ ജയിലറകളിൽ കിടന്നു ഈ അഖീദ സ്ഥാപിക്കാൻ. ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ പേര് നമ്മൾ ഇന്ന് പറയുമ്പോൾ, അദ്ദേഹത്തെ നമ്മൾ ധാരാളമായി സ്മരിക്കുമ്പോൾ ജീവിത കാലഘട്ടത്തിൽ എത്ര തവണ അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇമാം അഹ്ലുസുന്ന അഹ്മദ് ബിൻ ഹംബൽ സഹിച്ച ത്യാഗങ്ങൾ, നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ സഹിച്ചിരിക്കുന്ന ത്യാഗങ്ങൾ, ഇത് നമ്മൾ പഠിക്കണം. ഇബ്നു അബുൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ല സഹിച്ച ത്യാഗം, അത് നിങ്ങൾ വായിക്കണം, പഠിക്കണം. ഇബ്നു അബുൽ ഇസ്സ് പ്രയാസപ്പെടുത്തതുപോലെ ഒരുപക്ഷെ ചരിത്രത്തിൽ പ്രയാസപ്പെട്ട ആളുകൾ വളരെ കുറവായിരിക്കും. ഭരണകൂടത്തിന്റെ പീഡനം ഒരു ഭാഗത്ത്, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വരെ നിർബന്ധിത സാഹചര്യത്തിൽ ഇബ്നു അബുൽ ഇസ്സിനെതിരെ സംസാരിക്കുന്ന സാഹചര്യം വന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയെ വരെ അദ്ദേഹത്തിൽ നിന്ന് മാറ്റി നിർത്തി, ഭാര്യയെ വരെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഭരണാധികാരിയുടെ ഭാഗത്തു നിന്ന് വന്നു. ഇത്രയും പ്രയാസങ്ങൾ സഹിച്ചു, ഇത്രയും ബുദ്ധിമുട്ടുകൾ ഇബ്നു അബുൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ സഹിച്ചിട്ടുണ്ട്. ഈ പണ്ഡിതന്മാർ നമുക്ക് അൽഹംദുലില്ലാ ഇത്രയും പ്രയാസങ്ങൾ സഹിച്ച്, ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച് നമുക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ദീനാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് AC റൂമുകളിൽ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇങ്ങനെ ഒരു പ്രയാസവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മൾ കേൾക്കുമ്പോൾ റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നാം എപ്പോഴും ഓർക്കണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അന്ന് ആ ഒരു നിലപാടെടുത്ത കാരണത്താൽ ഇന്ന് സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിയോട്, തുടക്കക്കാരനോട് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നതിന്റെ വിധി എന്താണെന്ന് ചോദിച്ചാൽ അവൻ പറയും അത് കുഫറിന്റെ വാദമാണ്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അവരന്ന് ആ നിലപാടെടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാലത്തും നിലക്കാത്ത സ്മരണകൾ ഭൂമിയിൽ അവർക്ക് നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പണ്ഡിതന്മാർക്ക് ഫഅരിഫൂ ലഹും ഖദറഹും, അവരുടെ വില നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് ചില ആളുകൾ ഫിഖഹിന്റെ മസായിലുകളിലും മറ്റും ഇമാം അഹ്മദിനെ ഉദ്ധരിക്കും, ഇമാം ഷാഫിഈയെ ഉദ്ധരിക്കും, എന്നിട്ട് എതിരഭിപ്രായം പറയും. അവരോട് എതിരാകാം, മാന്യതയോടുകൂടി അതബോടുകൂടി നമുക്കെതിരാകാം. എന്നിട്ട് ചില ആളുകൾ എന്താ പറയാ, അവരും പുരുഷന്മാർ ഞങ്ങളും പുരുഷന്മാർ, അല്ലെങ്കിൽ അവരും നമ്മെ പോലെ സാധാരണ മനുഷ്യരാണ്, നമുക്കും നമ്മളുടേതായ അഭിപ്രായം പറയാം. അതുകൊണ്ട് അവരോട്
ഇത്തരത്തിൽ മോശമായ വാക്കുകൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കണം. ഇൽമിന്റെ മര്യാദകൾ അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ നാവിലുണ്ടാകണം. അവരെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സമയം നാം കണ്ടെത്തണം. അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ യഥാരീതിയിൽ സംരക്ഷിച്ച, അള്ളാഹു അതിനു വേണ്ടി തയ്യാറാക്കിയ പണ്ഡിതന്മാരാണ്. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്കിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ, അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഇന്ന് പല ആളുകളും ദീനിനെതിരിൽ പരിശ്രമങ്ങൾ നടത്തുന്നു, പല ആളുകളും ദീനിനെതിരിൽ സംസാരിക്കുന്നു. ഇബ്നുൽ മുബാറക് റഹിമഹുല്ല പറഞ്ഞ മറുപടി, യഈശു ലഹൽ ജഹാബിദ, അതിനുവേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചരിത്രങ്ങൾ വായിച്ചു നോക്കൂ. ഒരു ദിവസം രാത്രിയിൽ ഒരു ബിദ്അത്ത് ഉടലെടുത്താൽ പിറ്റേ ദിവസം പകലാകുമ്പോഴേക്ക്, സൂര്യൻ ഉദിക്കുമ്പോഴേക്ക് അതിനുള്ള മറുപടികൾ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഏത് കാലഘട്ടത്തിലും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഇത്രയും എളുപ്പത്തിൽ ഇസ്ലാം ലഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സൗകര്യം അൽഹംദുലില്ലാഹ് നമുക്ക് ചെയ്തു തന്നു. ഇന്ന് സലഫി ദഅവത്തിനെ, തൗഹീദിനെ സംരക്ഷിക്കുന്ന ഭരണകൂടങ്ങൾ തന്നെ അൽഹംദുലില്ലാഹ് ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചു. ഇത് റബ്ബ് നമുക്ക് നൽകിയ നിഅമത്താണ്. അത് നാം മനസ്സിലാക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശുക്ർ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥയിൽ, ഈ പറഞ്ഞ 14 വർഷത്തെ പീഡനങ്ങളും മറ്റും സഹിച്ച ശേഷം ഒരു ജുമുഅ ദിവസത്തിൽ റബീഉൽ അവൽ 12 ഹിജറ 241 അദ്ദേഹം മരണപ്പെട്ടു. അന്ന് അദ്ദേഹത്തിന്റെ വയസ്സ് 77 വയസ്സായിരുന്നു. 77ാമത്തെ വയസ്സിലാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നാം നേരത്തെ പറഞ്ഞു, ഏകദേശം 10 ലക്ഷത്തോളം ഹദീസുകൾ അദ്ദേഹം മനഃപ്പാടമുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള പറയുകയാണ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 മക്കളാണ് അബ്ദുള്ളയും സാലിഹും. അബ്ദുള്ള പറയുകയാണ്, എന്റെ വാപ്പ ഇത്രയധികം ഹദീസുകൾ ഹിഫ്ളുണ്ടായിട്ടും പുസ്തകമെടുക്കാതെ അല്ലെങ്കിൽ കിതാബ് നോക്കാതെ ഹദീസുകൾ പറയാറില്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മകൻ പറയുന്നതായി കാണാം. അത്രയും സൂക്ഷ്മത കാണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മനഃപ്പാടമുണ്ട്, അബൂ സുറഅത്ത് റാസി പറയുന്നത് പോലെ. എന്നിട്ടും അദ്ദേഹം ഈ മനഃപ്പാടം അവലംബിക്കാറില്ല, മറിച്ച് കിതാബ് നോക്കിയിട്ടാണ് ഹദീസുകൾ പറയാറുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇമാം അഹ്ലുസുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾ വായിക്കുക, അവരുടെ മാർഗത്തിൽ സഞ്ചരിക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യുക. അടുത്തൊരു കാര്യം, ഇവിടെ ഒരു ഫായിദ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇന്ന് പല ആളുകൾക്കും വന്നിരിക്കുന്ന ഒരു പിഴവ് കൂടി മനസ്സിലാക്കാൻ, ഇദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ, ഇമാം അഹ്മദിന്റെ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ, മുഅ്തസിം എന്ന് പറയുന്ന ഭരണാധികാരി, ആദ്യം മഅ്മൂൻ, പിന്നെ മുഅ്തസിം, പിന്നെ വാസിഖ്, ഈ 3 പേരും പറഞ്ഞ വാദം എന്താണ്? ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതിൽ മുഅ്തസിം പിന്നീട് തൗബ ചെയ്തോ ഇല്ലേ എന്ന വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മഅ്മൂൻ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന വാദം, അതിന്റെ ഹുക്ം എന്താണ്? അതിന്റെ ഹുക്ം? പറയേ. കുഫറാണ്. അഹ്ലുസുന്നക്ക് ഇജ്മാ ഉണ്ട് ആ വിഷയത്തിൽ. പക്ഷേ ഇമാം അഹ്മദ് റഹിമഹുല്ല മഅ്മൂനിനെ കാഫിറാക്കിയിട്ടില്ല. ഇമാം അഹ്മദ് റഹിമഹുല്ല മഅ്മൂനിനെ കാഫിറാക്കിയിട്ടില്ല. ചില ചരിത്ര റിവായത്തുകളിൽ കാഫിറാക്കിയതായി വന്നിട്ടുണ്ടെങ്കിലും ഇമാം അഹ്മദിൽ നിന്ന് എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഇബ്നു തൈമിയ റഹിമഹുല്ല മജ്മൂഉൽ ഫതാവയിൽ പറയുന്നതായി കാണാം, ഈ മുഅ്തസിലി ചിന്താഗതിയുള്ള ഭരണാധികാരികൾ ഇമാം അഹ്മദ് റഹിമഹുല്ല അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടായിരുന്നു. അവരുടെ പിന്നിൽ നിസ്കാരം അനുവദിക്കാറുണ്ടായിരുന്നു. അഥവാ നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹാകുമെന്നുള്ളതാണ് ഇമാം അഹ്മദിന്റെ അഭിപ്രായം എന്ന നിലയിൽ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ സംസാരങ്ങൾ നമുക്ക് കാണാം. ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ല ഇവരെ തക്ഫീർ നടത്തിയിട്ടില്ല. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നയുടെ മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തോട് ഈ വിഷയം ചോദിക്കപ്പെട്ടു. ഇമാം അഹ്മദ് മഅ്മൂനിനെ തക്ഫീർ നടത്തി എന്ന് പറയപ്പെടുന്നു, അതിന്റെ വിധി എന്താണ്? അത് ശരിയാണോ? ഇമാം ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല പറഞ്ഞു, അങ്ങനെ ഇമാം അഹ്മദ് തക്ഫീർ നടത്തിയതായി എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ല ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടു, എന്തുകൊണ്ടായിരുന്നു ഇമാം അഹ്മദ് ഈ പറഞ്ഞ ഭരണാധികാരികൾ, അദ്ദേഹം ചോദിക്കപ്പെട്ടത് മുഅ്തസിമിനെ കുറിച്ചാണ്, എന്തുകൊണ്ടായിരുന്നു തക്ഫീർ നടത്താതിരുന്നത്? അദ്ദേഹം പറഞ്ഞു, തക്ഫീർ നടത്താൻ ചില നിബന്ധനകളുണ്ട്.
തക്ഫീർ നടത്താൻ ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ചില നിബന്ധനകളുണ്ട്. അത് മുഅ്തസിമിൽ പാലിക്കപ്പെടാത്തത് കൊണ്ടാണ് തക്ഫീർ നടത്താതിരുന്നത് എന്ന് ഇമാം ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാഹ് പറഞ്ഞതായി കാണാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതേ വാദം പറഞ്ഞ മറ്റൊരു വ്യക്തി ആരാണ്? അന്നത്തെ ഖാളിയായിരുന്ന ഇബ്നു അബി ദുആദ്. അന്നത്തെ ഖാളിയായിരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ, ഇബ്നു അബി ദുആദ്. ഇബ്നു അബി ദുആദിനെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് തക്ഫീർ നടത്തിയതായി ഖതീബ് അൽ ബഗ്ദാദി അദ്ദേഹത്തിന്റെ താരീഖ് ബഗ്ദാദിലും ഖല്ലാൽ അദ്ദേഹത്തിന്റെ അസ്സുന്നയിലും വിശദീകരിക്കുന്നുണ്ട്. ഒരേ വാദം പറഞ്ഞ രണ്ടുപേർ, ഒന്ന് ഇബ്നു അബി ദുആദ്, അദ്ദേഹത്തിന് ഇമാം അഹ്മദ് തക്ഫീർ നടത്തി. എന്നാൽ അതേ വാദം പറഞ്ഞ മഅ്മൂനിനെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് തക്ഫീർ നടത്തിയിട്ടില്ല. കാരണം അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, പൊതുവിൽ ധാരാളം ഉലമാക്കൾ, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പല പണ്ഡിതന്മാരും ഒരു ഫിഅൽ, ഒരു പ്രവർത്തനം ചെയ്താൽ അത് കുഫ്റാണെന്ന് പറയുന്നതും ഒരു വ്യക്തിയെക്കുറിച്ച് അവർ കാഫിറാണെന്ന് പറയുന്നതും രണ്ടും വേർതിരിച്ച് കണ്ടിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വിശദീകരിച്ചതുപോലെ അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് അഭിപ്രായം സ്വീകരിക്കുന്നു എന്നതല്ല, മറിച്ച് ഇമാം അഹ്മദ് സ്വീകരിച്ച ഈ അഭിപ്രായം, ഇമാം അഹ്മദ് എന്താ ചെയ്തത്? ആ പ്രവർത്തനം കുഫ്റാണെന്ന് പറഞ്ഞു, പക്ഷെ അവരുടെ പിന്നിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടി അദ്ദേഹം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ സാലിഹ് മിഹ്ന ഉദ്ധരിക്കുന്ന റിവായത്തിൽ, ഇമാം അഹ്മദിന്റെ മിഹ്ന ഉദ്ധരിക്കുന്ന റിവായത്തിൽ അദ്ദേഹത്തിന്റെ മകൻ സാലിഹ് പറയാണ്, മുഅ്തസിമിന്റെ അരികിലേക്ക് ഇമാം അഹ്മദ് ചെല്ലുകയും അദ്ദേഹത്തിന് സലാം പറയുകയും ചെയ്യാറുണ്ടായിരുന്നു. മുഅ്തസിമിന്റെ അരികിലേക്ക് ഇമാം അഹ്മദ് ചെല്ലുകയും അദ്ദേഹത്തിന് സലാം പറയുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മകൻ സാലിഹ് ഉദ്ധരിക്കുന്ന, അദ്ദേഹത്തിന്റെ ഈ പരീക്ഷണം ഉദ്ധരിക്കുന്ന റിവായത്തിൽ നമുക്ക് കാണാം. ഈ ഒരു വിഷയം പ്രിയപ്പെട്ടവരെ നാം ഗൗരവത്തോടുകൂടി കാണുക. ഇന്ന് ചില ആളുകൾ ഇങ്ങനൊരു അഭിപ്രായം, അഥവാ കുഫ്ർ ചെയ്താൽ അവൻ കാഫിർ തന്നെയാണ്, അതിൽ മറ്റൊരു അഭിപ്രായം സ്വീകരിക്കുന്നവൻ മുർജി ആണ് എന്നിങ്ങനെ അതിവാദങ്ങൾ ഇന്ന് ചില ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അത് ഇസ്ലാമുമായി ആ ഒരു ബന്ധത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് ആ വിഷയം നാം ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം, ഇമാം അഹ്മദിനെ കുറിച്ച് ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തേത് നാം പഠിക്കാൻ തിരഞ്ഞെടുത്ത ഈ കിതാബ് ഉസൂലുസ് സുന്ന, ഇമാം അഹ്മദിന്റെ ഉസൂലുസ് സുന്ന എന്ന് പറയുന്ന ഈ ഗ്രന്ഥം, ഇത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് എന്നുള്ളതാണ് അല്ലാഹു അലം ഏറ്റവും ശരിയായ അഭിപ്രായം. ചില ഉലമാക്കൾ അല്ലെങ്കിൽ ചില ആളുകൾ ഇത് ഇമാം അഹ്മദിന്റെ റിസാലയല്ല എന്ന് പറഞ്ഞ് സംശയിപ്പിക്കുന്നതായി കാണാം. പക്ഷേ ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഇത് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ റിസാല തന്നെയാണ്. ലാലകാഇ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇഅ്തിഖാദിന്റെ കിതാബിൽ ഈ ഗ്രന്ഥം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാഫിദ് അബുൽ മുളഫർ അൽ ഹമദാനി റഹിമഹുല്ലയും ഈ കിതാബ് ഇമാം അഹ്മദിന്റേതാണെന്ന് സ്ഥാപിക്കുന്നുണ്ട്. ഖല്ലാൽ റഹിമഹുല്ലയും അത് ഇമാം അഹ്മദിന്റേതാണ് എന്ന് സ്ഥാപിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു അലം ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഇത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ കിതാബാണ്. അതാണ് ഇബ്നു ഖുദാമത്ത് അൽ മഖ്ദിസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ദമ്മു തഅ്വീൽ എന്ന കിതാബിൽ സ്ഥാപിക്കുന്ന കാര്യവും. ഈ കിതാബിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ്. ഇബ്നു അബി യഅല അദ്ദേഹത്തിന്റെ തബഖാത്തുൽ ഹനാബിലയിൽ പറയുന്നതായി കാണാം, ലൗ റുഹില ഇല الصين في طلبها لكان قليلا. ചൈനയിലേക്ക് ഈ കിതാബ് പഠിക്കാൻ വേണ്ടി ഒരുവൻ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് കുറഞ്ഞ ഒരു പരിശ്രമം മാത്രമാണ്. അത്രയും മഹത്വമുള്ള, അതിലധികം യാത്ര ചെയ്യേണ്ടി വന്നാലും യാത്ര ചെയ്ത് പഠിക്കാൻ മാത്രമുള്ള കിതാബാണ് ഇമാം അഹ്മദിന്റെ ഉസൂലുസ് സുന്ന എന്ന് ഇബ്നു അബി യഅല തബഖാത്തുൽ ഹനാബിലയിൽ പറയുന്നതായി നമുക്ക് കാണാം. ഇവിടെയൊക്കെ നാം ചിന്തിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ വലിപ്പമാണ്. റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ വലിപ്പമാണ്. അൽഹംദുലില്ലാഹ്, ഒരു പ്രയാസവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇന്ന് അൽഹംദുലില്ലാഹ് നമുക്ക് ദീന് പഠിക്കാനുള്ള സൗകര്യം അല്ലാഹു ഒരുക്കി തന്നു. എത്ര എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് ദീന് പഠിക്കാൻ. നാം ഓരോരുത്തരും സ്വയം വിചാരണ ചെയ്യുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇമാം അഹ്മദ് പ്രവേശിച്ച ആ സ്വർഗം, ഇമാം അഹ്മദ് എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? ഈ 14 വർഷത്തെ കഠിനമായ പീഡനങ്ങൾ ഇമാം അഹ്മദ് സഹിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? സ്വർഗത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ മുന്നിലെത്തിയാൽ സന്തോഷിക്കുമെന്ന് ഇമാം അഹ്മദിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് സഹിച്ചത്. ആ ത്യാഗങ്ങളൊന്നും നമ്മുടെ മുന്നിൽ നിന്നില്ല എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ദീനിന്റെ മജാലിസുകളിൽ പങ്കെടുക്കാൻ, ഈ അറിവ് ബാക്കിയുള്ളവരിലേക്ക് പകർന്നു നൽകാൻ, ഇന്ന് ഇമാം അഹ്മദിന്റെ ഇൽമ് നാം പരസ്പരം ചർച്ച ചെയ്യുന്നത് പോലെ, അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ നാം ഇന്ന് പരസ്പരം പറയുന്നത് പോലെ, നാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഉപയോഗിക്കാൻ തയ്യാറാവുക. നിങ്ങൾക്കറിയാം, അല്ലാഹു പറയുന്നത് പോലെ ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ഇത് അല്ലാഹുവിനെ ശുക്ർ ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് ഇനിയും വർദ്ധിപ്പിച്ചു നൽകും. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പിഴവ്, ഞാനാണെങ്കിലും പല സഹോദരങ്ങളാണെങ്കിലും,
നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ബോധം പോലും നമുക്കില്ല. കാരണം ജനിക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ് അനുഗ്രഹം എന്ന ബോധ്യം നമുക്കില്ല. അതുകൊണ്ട് റബ്ബിനെ ശുക്ർ ചെയ്യുന്നത് പലപ്പോഴും എപ്പോഴാണ്? എന്തെങ്കിലും കച്ചവടത്തിൽ കൂടുതൽ സമ്പാദ്യം ലഭിച്ചാൽ, ഭൗതികമായ എന്തെങ്കിലും ഒരു നേട്ടം നമുക്ക് ലഭിച്ചാൽ നാം അള്ളാഹുവിനെ പെട്ടെന്ന് ശുക്ർ ചെയ്യും. അത് ശുക്ർ ചെയ്യേണ്ടതാണ്. പക്ഷേ നിലവിൽ നീ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം, ഇത്രയധികം അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ചുള്ള ബോധം പലപ്പോഴും നമുക്കുണ്ടാകാറില്ല. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ നാം ഉപയോഗപ്പെടുത്തുക. ദീനിന്റെ മജാലിസുകളിൽ കഴിവിന്റെ പരമാവധി പങ്കെടുക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിക്കുക. ഞാൻ രാവിലെയും പറഞ്ഞതുപോലെ അനാവശ്യ കാര്യങ്ങളിൽ മുഴുകുന്നതിനെ പ്രിയപ്പെട്ടവരെ നാം സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്ന ദർസ് മുതൽ നമുക്ക് ആരംഭിക്കാം. ഇപ്പം സമയത്തിലുള്ളത് 15 മിനിറ്റുള്ള തുടങ്ങട്ടെ. എന്നാലേ തയ്യബ്. ഇവിടെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം അഹ്ലുസുന്നയുടെ അഖീദ വിശദീകരിക്കുകയാണ്. അഹ്ലുസുന്നയുടെ അഖീദ വിശദീകരിക്കുകയാണ്. സലഫുകളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ അഹ്ലുസുന്നയുടെ അഖീദ അദ്ദേഹം വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഉസൂലുസ്സുന്നതി ഇൻദനാ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ഈ കിതാബ് ആരംഭിക്കുന്നത്. ഉസൂലുസ്സുന്നതി ഇൻദനാ അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തിന്റെ അടിസ്ഥാനങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ മുറുകെ പിടിക്കലാണ്. വൽ ഇഖ്തിദാഉ ബിഹിം, അവരെ അനുധാവനം ചെയ്യലുമാണ് എന്ന് പറഞ്ഞ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഈ സംസാരം തുടങ്ങും. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഉസൂൽ അല്ലെങ്കിൽ അസ്ല് എന്ന് പറഞ്ഞാൽ, അസ്ല് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സെയ്ദ് അൽ മദ്ഖലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ജുഹ്ദുൽ മബ്ദൂലിൽ അസ്ലിന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറയുകയാണ്, ഉസൂലുസ്സുന്നതി ഇൻദനാ, സുന്നത്തിന്റെ അടിസ്ഥാനം. അസ്ല് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമാം സെയ്ദ് അൽ മദ്ഖലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ജുഹ്ദുൽ മബ്ദൂൽ ഫി തൻവീരിൽ ഉഖൂൽ എന്ന കിതാബിൽ പറയുന്നു. അതിന് ധാരാളം അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അതിലേറ്റവും നല്ല അർത്ഥം അടിസ്ഥാനം, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ മലയാളത്തിൽ തറ എന്നൊക്കെ പറയാറുണ്ട്. ഉസൂലുസ്സുന്ന, സുന്നത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അഥവാ സുന്നത്ത് സ്ഥാപിതമായിരിക്കുന്ന കാര്യം. എന്താണ് സുന്നത്ത് കൊണ്ടുള്ള ഉദ്ദേശം? ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കശ്ഫുൽ ഖുർബയിൽ പറഞ്ഞു, ومراد هؤلاء الأئمة بالسنة طريقة النبي صلى الله عليه وسلم التي كان عليها هو وأصحابه السالمة من الشبهات والشهوات. മുൻഗാമികളായ പണ്ഡിതന്മാർ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും മാർഗം, പ്രവാചകന്റെയും സഹാബത്തിന്റെയും മാർഗം. ഇന്ന് പൊതുവിൽ നമ്മൾ പലപ്പോഴും സുന്നത്ത് എന്ന് ഉപയോഗിക്കുന്നത് എന്തിനാണ്? വാജിബല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് പറയും? സുന്നത്ത് എന്ന് പറയും. പക്ഷെ ഇവിടെ ഉദ്ദേശം ഉസൂലുസ്സുന്ന, സുന്നത്തിന്റെ അടിസ്ഥാനം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഈ ദീനിന്റെ അടിസ്ഥാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും നിലകൊണ്ട ഈ മാർഗത്തിന്റെ അടിസ്ഥാനങ്ങളാണ് ഇവിടെ ഇമാം അഹ്മദ് റഹിമഹുല്ലാ വിശദീകരിക്കുന്നത്. അതിനിടയിൽ ഫായിദയായി ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ചില സാധാരണക്കാർക്കൊക്കെ തെറ്റുപറ്റുന്ന ഒരു വിഷയമാണ്. സുന്നത്ത് എന്ന പദത്തിന് ശരീഅത്തിൽ 4 അർത്ഥങ്ങളുണ്ട്. സുന്നത്ത് എന്ന പദത്തിന് ശരീഅത്തിൽ 4 അർത്ഥങ്ങളുണ്ട്. അത് ഏതൊരു സാഹചര്യത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നത് അതനുസരിച്ചാണ് അതിന്റെ അർത്ഥം വരിക. ഒരർത്ഥം ബിദ്അത്തുകൾക്കെതിരായി നമ്മൾ എന്ത് പറയും? സുന്നത്ത് എന്ന് പറയും. ബിദ്അത്തിനെതിരായി സംസാരിക്കുമ്പോൾ സുന്നത്ത് എന്ന് പറയും. പൊതുവെ തൗഹീദിന്റെ ഉലമാക്കളൊക്കെ അവരുടെ സംസാരത്തിൽ പറയും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, فإنه من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي. എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. അവിടെ എന്താണ് ഉദ്ദേശം? ബിദ്അത്തുകൾ നിങ്ങൾ തേടിപ്പോകരുത്. സുന്നത്ത് അവിടെ ബിദ്അത്തിനെതിരായ അർത്ഥത്തിലാണ്. എങ്ങനെയാണ് മനസ്സിലായത്? ആ ഹദീസിന്റെ അവസാനത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ, ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ട ബിദ്അത്തുകളെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ബിദ്അത്തിനെതിരായി നമ്മൾ എന്ത് പറയും? സുന്നത്ത് എന്ന് പറയും. ബിദ്അത്തിനെതിരായി സുന്നത്ത് എന്ന് നമ്മൾ പറയും. രണ്ടാമത്തെ ഉപയോഗം, ദീനിന് പൊതുവായി, ദീനിന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ദീനാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആ ശരീഅത്തിന് എന്ത് പറയും? സുന്നത്താണെന്ന് പറയും. ആ ശരീഅത്തിന് സുന്നത്താണ് എന്ന് പറയും. പരിശുദ്ധ ഖുർആനിൽ വന്ന കാര്യങ്ങൾക്ക് ആ അടിസ്ഥാനത്തിൽ എന്ത് പറയാം? ഇത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന കാര്യങ്ങൾക്ക് ഇത് സുന്നത്താണെന്ന് പറയാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞത്, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. അപ്പൊ ദീനിന് പൊതുവായി സുന്നത്ത് എന്ന് പറയും, ബിദ്അത്തുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പറയുമ്പോഴും സുന്നത്ത് എന്ന് പറയും. മൂന്നാമത്തേത്, നമ്മൾ പലപ്പോഴും പറഞ്ഞു വരുന്ന വാജിബല്ലാത്ത കാര്യങ്ങൾക്ക് എന്ത് പറയും? സുന്നത്ത് എന്ന് പറയും. വാജിബല്ലാത്ത കാര്യങ്ങൾക്ക് സുന്നത്ത് എന്ന് പറയും. നാലാമത്തെ പ്രയോഗം, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഹദീസിന് സുന്നത്ത് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അഥവാ പ്രവാചകന്റെ വാക്ക്, പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, പ്രവാചകന്റെ സിഫാത്തുകൾ, സൃഷ്ടിപ്പിലുള്ള അതുപോലെ സ്വഭാവപരമായ വിശേഷണങ്ങൾ, അതിനൊക്കെ സുന്നത്ത് എന്ന് ഉലമാക്കൾ ഉപയോഗിക്കാറുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊക്കെ ഉലമാക്കൾ സുന്നത്ത് എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഹസ്സു അല ഇത്തിബാഇ സുന്ന എന്ന കിതാബിൽ ഈ 4 കാര്യങ്ങളും അതിന്റെ ഉദാഹരണങ്ങളും ആ വിഷയത്തിൽ വന്ന തെളിവുകളൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. ഇവിടെ ഉദ്ദേശം എന്താണ്? ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ദീനാണ് ഉദ്ദേശം. ഉസൂലുസ് സുന്ന, ഈ ദീനിന്റെ അടിസ്ഥാനം എന്താണ്? ഇൻദന. ഞാൻ ഈ ആദ്യത്തെ ഭാഗം മാത്രം ഇങ്ങനെ ഓരോ വാക്കർത്ഥം പറയും, അതല്ലെങ്കിൽ നമ്മുടെ റിസാല തീരില്ല. ആദ്യം പറയാൻ കാരണം അത്രയും പ്രധാനപ്പെട്ട ചില അഖീദകളാണ് പഠിപ്പിച്ചിരുന്നത്. ഇമാം അഹ്മദ് പറയാണ് ഉസൂലുസ് സുന്ന, ഈ ദീനിന്റെ അടിസ്ഥാനം എന്താണ്? ഇൻദന, നമ്മുടെ അരികിൽ, അഥവാ അഹ്ലുസ് സുന്നയുടെ ഉലമാക്കളുടെ ഇടയിൽ. അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കിയ അഖീദ അല്ല, മറിച്ച് സഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങളിൽ നിന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് സ്വീകരിച്ച ഈ അഖീദ, ഇമാം അഹ്മദ് സ്വീകരിച്ച ഈ അഖീദ അല്ലെങ്കിൽ ഉസൂലുസ് സുന്ന, അതാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. പൊതുവെ അഹ്ലുസ് സുന്നയുടെ അഖീദ ഇമാം അഹ്മദിലേക്ക് ചേർത്ത് പറയാറുണ്ട്. ഉദാഹരണത്തിന് അബുൽ ഹസൻ അൽ അശ്അരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പിഴച്ച വാദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം അൽ ഇബാന അൻ ഉസൂലുദ് ദിയാന എന്ന കിതാബ് എഴുതിയപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞ എന്താ? ഞാൻ ഇമാം അഹ്മദിന്റെ അഖീദയിലേക്ക് മടങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ഇമാം അഹ്മദിലേക്ക് മാത്രം അത് ചേർത്ത് പറയുന്നത്, ഇമാം ഷാഫിഈയിലേക്ക് പറയാതെ, ഇമാം മാലിക്കിലേക്ക് പറയാതെ? അതിന് കാരണം നാം നേരത്തെ പറഞ്ഞ ഫിത്നയാണ്. ഫിത്നയുടെ സമയം ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉറച്ചു നിന്നതുകൊണ്ടാണ് ഇമാം അഹ്മദിലേക്ക് അങ്ങനെ ചേർത്തി പറയുന്നത് എന്ന് ബയാനു തൽബീസുൽ ജഹ്മിയയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നതായി കാണാം. അപ്പോൾ അദ്ദേഹം പറയുന്ന ആദ്യ വാക്കുകൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. ഉസൂലുസ് സുന്നതി ഇൻദന, ഈ ദീനിന്റെ അടിസ്ഥാനം അഹ്ലുസുന്നയുടെ അരികിൽ. അഹ്ലുസുന്ന നിങ്ങളോടാണ് പറയുന്നത്, ഈ ദീനിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് വിശദീകരിച്ചു തരികയാണ്. അപ്പൊ നിങ്ങളിത് പാലിച്ചില്ല എങ്കിൽ, ഈ പറയപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അഹ്ലുസുന്നയാണോ എന്ന് പറയുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അഹ്ലുസുന്നയാണ് എന്ന് പറയുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അസ്ല് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനത്തിലാണ് നീ നിലകൊള്ളുന്നത്. ഇതിലേതെങ്കിലും ഒരു അടിസ്ഥാനത്തിൽ നീ എതിര് വന്നാൽ, ഇവിടെ ഇമാം അഹ്മദ് പറയാൻ പോകുന്ന ബിഇദ്നില്ലാഹ് വരുന്ന ദർസുകളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ വിഷയങ്ങളിൽ വല്ലതിലും നിനക്കൊരു വീഴ്ച വന്നാൽ നിന്റെ അടിത്തറയാണ് നീ നശിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ഇമാം അഹ്മദ് നമ്മോട് പറയുന്നത്. ഉസൂലുസ് സുന്നതി ഇൻദന അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഏതൊരു മാർഗത്തിലായിരുന്നോ അത് നിങ്ങൾ മുറുകെ പിടിക്കുക, ആ സഹാബത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. അതാണ് ദീനിന്റെ ഒന്നാമത്തെ അടിസ്ഥാനമായി ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഇവിടെ പറയുന്നത്. ഇത് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഹാബത്ത്, അവരെ നമ്മൾ മുറുകെ പിടിക്കുക. അവരുടെ മാർഗം ദീനിൽ തെളിവാണ്. അവരുടെ മാർഗം ദീനിൽ തെളിവാണ്. സഹാബത്തിന്റെ മാർഗം തെളിവാണ് എന്നതിന് ഒരു തെളിവാര പറഞ്ഞു തരിക? അറിയുന്നവർ കൈവന്തിക്കാം. അഹ്സൻ, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദു. നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിക്കുകയാണെങ്കിൽ എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കുകയാണ്. ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായയിൽ പറയുന്നു, സഹാബത്തിന്റെ വിശ്വാസം അവരെങ്ങനെയാണോ വിശ്വസിച്ചത്, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാം, ഈ എങ്ങനെയാണോ അവർ വിശ്വസിച്ചത് അതുപോലെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സന്മാർഗം ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായയിൽ പറയുന്നതായി കാണാം. അപ്പൊ സഹാബത്തിന്റെ മാർഗം തെളിവാണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിർദ്ദേശത്തിൽപ്പെട്ടതാണ്. അതുപോലെ മറ്റൊരു തെളിവാരാ പറയാം? നഅം,
സഹാബത്തിന്റെ മാർഗം തെളിവാണ് എന്നതിന് ഖുർആനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹദീസ്. ഖുർആനിൽ നിന്ന് ആദ്യം ആരെ പറയാ? നമ്മൾ പഠിക്കുന്ന എന്താ? അഹ്ലുസുന്നയുടെ അടിസ്ഥാനമാണ്. യാ അഹ്ലസുന്ന, നമ്മുടെ അടിസ്ഥാനം നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ അടിസ്ഥാനം സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കുക. ആ സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കണം എന്ന് നിങ്ങളോട് ഒരാളോട് പറഞ്ഞാൽ അയാൾ ചോദിക്കും, എന്താ തെളിവ്? എന്തിന് ഞാൻ മുറുകെ പിടിക്കണം? അതിലൊരു തെളിവ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ തെളിവ് എന്താണ്? അഹ്ലുസുന്നയുടെ അടിസ്ഥാനം വിശദീകരിക്കുക ഒരു ആയത്ത് വന്നിട്ടുള്ള ഖുർആനിൽ അല്ല, ധാരാളമുണ്ട്. അതിൽ ഒരായത്താല പറയാം, അഹ്സൻത വഫഖകല്ലാഹ് വസ്സാബിഖൂനൽ അവ്വലൂൻ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് വമൻ യുശാഖിഖിർ റസൂൽ. ഈ ആയത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. സൂറത്തു തൗബയിലെ 115-ാമത്തെ വചനം അല്ലാഹു പറയാൻ, വമൻ യുശാഖിഖിർ റസൂൽ, ആരെങ്കിലും പ്രവാചകന് എതിരാവുകയാണെങ്കിൽ, പ്രവാചകൻ ഒരു കാര്യം പഠിപ്പിച്ചു, നിങ്ങൾ അതിനെതിരായി പ്രവർത്തിക്കുന്നു, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം മനസ്സിലായതിനു ശേഷം, വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്താൽ. ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ആരാണ് വിശ്വാസികൾ? ആരാണ്? സഹാബികൾ. ഇബ്നുൽ ഖയ്യിം ഒക്കെ ആ വിഷയത്തിൽ ധാരാളം സംസാരിച്ചിട്ടുണ്ട്. സഹാബികളാണ് ഖുർആൻ അവതരിക്കുന്ന സമയത്തുള്ള വിശ്വാസികൾ. അവരുടേതല്ലാത്ത മാർഗം ഒരുവൻ സ്വീകരിക്കുകയും ചെയ്താൽ, ഇപ്പൊ പ്രവാചകനെ അനുസരിക്കുക, സഹാബത്തിന്റെ മാർഗം നിങ്ങൾ പിൻപറ്റുകയും ചെയ്യുക, അതിൽ നിന്ന് മാറിയാൽ അല്ലാഹു പറയുന്നു നുവല്ലിഹി മാ തവല്ല, അവൻ ഏത് വഴിയിലാണോ പോയിരിക്കുന്നത് ആ വഴിയിലേക്ക് അവനെ നാം തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിൽ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും. വസാഅത് മസീറ, അത് എത്ര മോശപ്പെട്ട വാസസ്ഥലമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഖുദാമത്ത് അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ദമ്മു തഅവീലിൽ പറയുന്നതായി കാണാം, ഫതവഅദ അല ഇത്തിബാഇ ഗൈരി സബീലിഹിം ബിഅദാബി ജഹന്നം, അവരുടേതല്ലാത്ത മാർഗം സ്വീകരിച്ചാൽ നരകമാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞു തരുന്നു. വവഅദ മുത്തബിഅഹും ബിർറിദ്വാൻ വൽ ജന്ന, അവരെ സ്വീകരിക്കുന്ന ആളുകൾ, അവരുടെ മാർഗം പിൻപറ്റുന്നവർ, അവർക്ക് സ്വർഗവും അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹു നൽകുമെന്ന് അള്ളാഹു സൂറത്തു തൗബയിൽ വസ്സാബിഖൂനൽ അവ്വലൂൻ എന്ന ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുകയും ചെയ്തു എന്ന് ഇബ്നു ഖുദാമത്ത് അൽ മഖ്ദിസി റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹാബത്തിന്റെ ഫഹം, സഹാബത്തിന്റെ അവർ മനസ്സിലാക്കിയ കാര്യം ഒരു വിഷയത്തിൽ നാം കേട്ടുകഴിഞ്ഞാൽ അതിനോട് നമുക്കൊരു ബഹുമാനമുണ്ടാകും. അവരൊരു കാര്യത്തിൽ ഒരു വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നാം ബഹുമാനിക്കാൻ പഠിക്കുക. സഹാബത്തിന്റെ വാക്കുകൾ എപ്പോഴാണ് തെളിവാകുന്നത്, എപ്പോഴാണ് തെളിവാകാതിരിക്കുന്നത്, അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് വരുന്ന ദർസിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ പറയാം. പക്ഷേ ലളിതമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം, ആരെങ്കിലും വരുന്ന ദർസിൽ വന്നില്ല എങ്കിൽ അവർക്കൊക്കെ ഉപകാരമാകുന്നത്. ഇന്ന് പലരും സഹാബത്തിന്റെ മനഹജ് അല്ലെങ്കിൽ സഹാബത്തിന്റെ അഭിപ്രായങ്ങൾ അറിയാതെ മറ്റുള്ളവരെ എതിർക്കും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. വുളൂ ചെയ്യുന്ന സമയത്ത് തല അല്പം തടവുക എന്ന മസാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ സ്ഥിരപ്പെട്ടത് എന്താണ്? തല പൂർണ്ണമായി തടവുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഒരാൾ തല അല്പം തടവി. എന്നോട് മുമ്പ് ഒരു സഹോദരൻ പറയുമ്പോൾ അത് ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, തല അല്പം തടവുക എന്നുള്ളത്. എന്നാൽ സഹാബത്തിന്റെ മാർഗം നമുക്ക് തെളിവാണ്, വിശ്വാസത്തിലാണെങ്കിലും ഫിഖ്ഹിലാണെങ്കിലും. സഹാബികൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും സലമത്ത് ഇബ്നുൽ അക്വഉം റളിയല്ലാഹു അൻഹുമാ തല അല്പം തടവിയതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഹസ്ം റഹിമഹുല്ലാഹ് പറയുന്നു, ലാ യുഅലമു ലഹുമാ മുഖാലിഫ്, അവർക്കെതിരായി ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ സഹാബത്തിന്റെ വീക്ഷണം അത് അനുവദനീയമാണ് എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഏറ്റവും അഫ്ളൽ ഏതാണ് എന്നതിനെ കുറിച്ചല്ല. അഫ്ളൽ തല പൂർണ്ണമായി തടവലാണ്. പക്ഷേ ഒരു മസല മനസ്സിലാക്കാൻ, ഇനി ഒരു വ്യക്തി അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല പൂർണ്ണമായി തടവിയിട്ടുണ്ട്, അതാണ് നാം ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇബ്നുൽ ഖയ്യിം പറയുന്നത് പോലെ തല അല്പം തടവിയതായിട്ട് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല, അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാളെ ആ നിലപാട് നാം ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ്. കാരണം സഹാബത്ത് പറഞ്ഞിരിക്കുന്ന അഭിപ്രായമാണ്. അതുപോലെ ഖുഫ് തടവുന്ന മസ്അല, ഖുഫിന്റെ എവിടെയാണ് തടവേണ്ടത്? മുകൾ ഭാഗത്താണ്. ഇപ്പൊ നമ്മൾ സോക്സ് ഒക്കെ ധരിച്ചാൽ മുകൾ ഭാഗത്താണ് തടവേണ്ടത്. ഒരാൾ മുകൾ ഭാഗത്തിന്റെ കൂടെ താഴ്ഭാഗവും തടവി, മുകൾ ഭാഗത്തിന്റെ കൂടെ താഴ്ഭാഗം മാത്രമല്ല തടവിയാൽ അയാളുടെ വിധി, പ്രവർത്തനത്തിന്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതാണ് എന്റെ ഓർമ്മയിൽ ഷാഫിഈ മദ്ഹബിന്റെ വീക്ഷണം. ഇപ്പൊ സഹാബത്തിൽ നിന്ന് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ മാനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ്. സഹാബത്തിന്റെ അഭിപ്രായങ്ങൾ മാനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ്. സഹാബത്തിന്റെ അഭിപ്രായങ്ങൾ, അവരുടെ വാക്കുകൾ തെളിവാണ് എന്നതിൽ ആർക്കെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ അവർക്ക്
മടങ്ങാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കിതാബാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അലാമുൽ മുവഖ്ഖിഈൻ. അതിൽ ഒരു അധ്യായം തന്നെ സഹാബത്തിന്റെ വാക്കുകൾ തെളിവാണ് എന്നതിന് അദ്ദേഹം ധാരാളം ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ച്, എന്റെ ഓർമ്മയിൽ 40-ലധികം തെളിവുകൾ അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയം സ്ഥാപിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് സഹാബത്തിന്റെ മാർഗം നാം പിൻപറ്റുക. സഹാബത്ത് എന്താണോ പഠിപ്പിച്ചു തന്നത് അതിനെ നാം ബഹുമാനിക്കുക. അവരുടെ മാർഗം നാം പിൻപറ്റുക എന്ന് പറയുന്നത് നമ്മുടെ മേൽ ബാധ്യതയാണ്. മനസ്സിലായോ? ഈ 2 ആയത്തുകൾ നിങ്ങൾ ഹിഫ്ള് ചെയ്യണം. ഫൈൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി, അതുപോലെ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, അവരെ പിൻപറ്റിയിട്ടില്ല എങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് നരകമാണ് എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നമ്മൾ പറഞ്ഞ ഇർബാദ് ബിൻ സാരിയയുടെ ഹദീസിൽ പറഞ്ഞു, അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാ അർ-റാഷിദീൻ, നിങ്ങൾ ഖുലഫാ ഉർ-റാഷിദീങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കുക. ഖുലഫാ ഉർ-റാഷിദീങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കുക. ഇബ്നു ഖുദാമ റഹിമഹുല്ലാ അതിനെ വിശദീകരിച്ചുകൊണ്ട് ദമ്മു തഅവീലിൽ പറയുന്നു, അന്നൽ ഫിർഖത നാജിയ ഹിയ അല്ലദീ തകൂനു അലാ മാ കാന അലൈഹി ഹുവ വഅസ്ഹാബു ഫമുത്തബിഉഹും ഇദൻ യകൂനു മിനൽ ഫിർഖത്തി നാജിയ, അവരെ പിൻപറ്റുന്ന സഹാബത്തിനെ പിൻപറ്റുന്ന ആളുകൾ മാത്രമാണ് യഥാർത്ഥ വിജയിക്കുന്ന കക്ഷികളിൽ ഉൾപ്പെടുക എന്നതാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് ഇബ്നു ഖുദാമ റഹിമഹുല്ലാ പറയും. 4 മദ്ഹബിന്റെ ഉലമാക്കൾ മൊത്തത്തിൽ സഹാബത്തിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകിയിരുന്നു. മൊത്തത്തിൽ ഹനഫി മദ്ഹബിൽ ചില വിശദീകരണങ്ങൾ ഉണ്ടെങ്കിലും ഇമാം ഷാഫിഈ റഹിമഹുല്ലാ സഹാബത്തിന്റെ വാക്കുകൾ തെളിവായി പരിഗണിച്ചിരുന്നു. 2 അഭിപ്രായത്തിലും. ഇന്ന് ചില ആളുകൾ പറയും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ, ഇമാം ഷാഫിഈ ആദ്യകാലം പറഞ്ഞു പിന്നീട് മാറ്റിയിട്ടുണ്ട്. അത് ശരിയല്ല. അലാഇ റഹിമഹുല്ലാ വിശദീകരിക്കുന്നത് പോലെ സഹാബത്തിന്റെ അഭിപ്രായം തെളിവാണ് എന്നതാണ് ഷാഫിഈയുടെ എല്ലാ കാലത്തെയും അഭിപ്രായം. അതാണ് ഇമാം അഹ്മദിന്റെ അഭിപ്രായം. അതാണ് ഖുർആനും സുന്നത്തും നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നാം ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. ഇനി സഹാബത്തിനിടയിൽ 2 അഭിപ്രായങ്ങൾ വന്നു. അവിടെ എന്ത് ചെയ്യണം? ഖുർആനിനോടും സുന്നത്തിനോടും കൂടുതൽ യോജിച്ച അഭിപ്രായം ആരാണോ പറഞ്ഞത് അത് നാം സ്വീകരിക്കുക. ഇനി സഹാബത്ത് ഒരു അഭിപ്രായം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായം സഹാബികൾക്കിടയിൽ വ്യാപകമായിട്ടുണ്ട്, ആരും എതിർത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പണ്ഡിതന്മാർ അത് ഇജ്മാഇന്റെ ഒരു ഇനമായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. അത് തെളിവാണ്. ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായം പണ്ഡിതന്മാർ ഇജ്മാ ഉദ്ധരിച്ചു, ആ അഭിപ്രായം സ്വീകരിക്കില്ല എന്ന്. ആ സാഹചര്യത്തിൽ അത് തെളിവല്ല. ആരോ ഒരു ഉദാഹരണം പറയാ? ഇല്ല, ഇജ്മാ ഉദ്ധരിച്ചിട്ടില്ല. അബൂ തൽഹത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, എൻ്റെ ഓർമ്മയിൽ അബൂ തൽഹയാണ്, അദ്ദേഹം ഈ ആലിപ്പഴം മഴ പെയ്യുമ്പോൾ വീഴുന്ന ആലിപ്പഴം കഴിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന അഭിപ്രായം പറഞ്ഞിരുന്നു. അദ്ദേഹം അത് കഴിക്കാറുണ്ടായിരുന്നു. ചില സഹാബികൾ അദ്ദേഹത്തോട് പറഞ്ഞു, പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായം അതായിരുന്നു. പക്ഷേ ഹാഫിദ് ഇബ്നു സലാഹ് ശർഹ് മുഷ്കിലിൽ വസീത്തിൽ ഇജ്മാ ഉദ്ധരിച്ചു, ആ അഭിപ്രായം സ്വീകാര്യമല്ല. അവിടെ ഇജ്മാ നമ്മുടെ മുന്നിൽ തെളിവായി വന്നതുകൊണ്ട് തന്നെ ആ അഭിപ്രായം എന്ത് ചെയ്യും? തള്ളപ്പെടും. ഈ ഒന്നാമത്തെ സാഹചര്യം, ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞു, എല്ലാ സഹാബികൾക്കിടയിലും അത് പ്രചരിച്ചു എന്ന് നമ്മൾ കേട്ടു. അങ്ങനെയാണെങ്കിൽ അത് തെളിവാണ്. ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞു, അത് പ്രചരിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, അതും ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് അത് തെളിവാണ്. 2 സഹാബികൾക്കിടയിൽ അല്ലെങ്കിൽ 2 വിഭാഗം സഹാബികൾക്കിടയിൽ 2 അഭിപ്രായങ്ങൾ വന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ചെയ്യേണ്ടത് എന്താണ്? ഖുർആനിനോടും സുന്നത്തിനോടും പൊതുവായ അടിസ്ഥാനങ്ങൾ വെച്ച് ഏറ്റവും യോജിക്കുന്നത് എന്താണോ ആ അഭിപ്രായം സ്വീകരിക്കുക. ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞു, അതിനെതിരായി അത് സ്വീകാര്യമല്ല എന്ന് ഉലമാക്കൾ ഇജ്മാ ഉദ്ധരിച്ചാൽ അത് തെളിവല്ല. ഇതാണ് സഹാബത്തിന്റെ വാക്കുകളുമായി ബന്ധപ്പെട്ട് പൊതുവിൽ ഉലമാക്കൾ പറയാറുള്ള ചില കാര്യങ്ങൾ. ഇമാം അഹ്മദ് പറഞ്ഞു, ഒന്നാമത്തെ അസ്ൽ എന്താണ്? അത്തമസ്സുകു ഉസൂലുസ് സുന്നത്തി ഇൻദനാ അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹ്, പ്രവാചകന്റെ സഹാബികൾ ഏത് മാർഗത്തിലായിരുന്നു ആ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുക. വൽഇഖ്തിദാഉ ബിഹിം, അവരെ അനുധാവനം ചെയ്യുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അബൂ ഖൈസമ അദ്ദേഹത്തിന്റെ കിതാബുൽ ഇൽമിൽ പറഞ്ഞതായി കാണാം, ഇത്തബിഉ വലാ തബ്തദിഉ. നിങ്ങൾ, ഇബ്നു മസ്ഊദാണ് പറയുന്നത്, ആരോട്? താബിഈങ്ങളോട്, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോട്. ഇത്തബിഉ, നിങ്ങൾ മുറുകെ പിടിക്കുക, പിൻപറ്റുക. ആരെയാണ്? മുൻഗാമികളെ, നിങ്ങൾക്ക് മുമ്പിലുള്ളവരെ, ഖുർആന്റെയും സുന്നത്തിന്റെയും വാഹകർ. ഇത്തബിഉ വലാ തബ്തദിഉ, നിങ്ങൾ പുതുതായി ദീനിൽ ഒരു കാര്യം ഉണ്ടാക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും.
ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാ സഹാബത്തിന്റെ ഫഹമിന് നാം കൊടുക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു. ഇമാം ദാരിമി അദ്ദേഹത്തിന്റെ സുനനിന്റെ മുഖദ്ദിമയിലും ഇബ്നു ബത്ത അദ്ദേഹത്തിന് അൽ ഇബാനയിലും ഉദ്ധരിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ നഖത്തിന്റെ മുകളിൽ തടവി എന്ന് വന്നിരുന്നുവെങ്കിൽ ഞാനത് കഴുകാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ തടവുമായിരുന്നു എന്ന് ഇമാം ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാ പറയുന്നതായി കാണാം. ഇമാം ഔസാഇ ഇമാം അഹ്ലി ശ്യാം അദ്ദേഹം പറയുന്നു, ഇമാം ആജൂദി അദ്ദേഹത്തിന്റെ ശരീഅയിൽ ഉദ്ധരിച്ചതായി കാണാം, അലൈക ബിആഥാരി സലഫ്, നിന്റെ മുൻഗാമികൾ അവർ പറഞ്ഞ കാര്യങ്ങൾ നീ മുറുകെ പിടിക്കുക. വഇൻ റഫദക അന്നാസ്, ജനങ്ങൾ നിന്നെ എതിർത്താലും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളെ സഹാബത്തിന്റെ മാർഗം നാം മുറുകെ പിടിക്കണം. ഇബ്നു ഖുദാമത്ത് അൽ മഖ്ദിസി അദ്ദേഹം ഒരു അധ്യായം തന്നെ ഈ വിഷയത്തിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കുക എന്ന വിഷയത്തിൽ ഒരു അധ്യായം തന്നെ അദ്ദേഹത്തിന്റെ ദമ്മു തഅ്വീലിൽ അദ്ദേഹം പറയുന്നു. ശേഷം അദ്ദേഹം അതിൽ പറയുന്നത്, സഹാബത്തിന്റെ വാക്കുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ തെളിവല്ല എന്ന വാദം ഇസ്ലാം തന്നെ ശരിയല്ല എന്ന വാദത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇബ്നു ഖുദാമത്ത് അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ദമ്മു തഅ്വീൽ എന്ന കിതാബിൽ പറയുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് സഹാബത്തിന്റെ ആധാറുകൾ, സഹാബത്തിന്റെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുക. ഏത് വിഷയം നിങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വന്നാലും നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താ? ഖുർആനും സുന്നത്തിന്റെ കൂടെ സഹാബത്തിന്റെ നിലപാട് എന്തായിരുന്നു ഈ വിഷയത്തിൽ. ഇപ്പൊ ഇന്ന് നിങ്ങളുടെ അരികിൽ ഒരാൾ വന്നിട്ട് പറയാണ്, അള്ളാഹുവിന്റെ സിഫാത്തുകൾ ഞാൻ അംഗീകരിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ചെയ്യുന്നത് പോലെ അള്ളാഹുവിന്റെ അധിക സിഫാത്തുകളും അള്ളാഹു ചിരിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ്. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ്. അവിടെ നിങ്ങൾ ആദ്യം നോക്കേണ്ടെന്നാ. എന്നിട്ട് അവർ നിങ്ങളോട് പറയും, ധാരാളം ഉലമാക്കളുടെ വാദിതാണ്, പല പണ്ഡിതന്മാരും പറഞ്ഞ വാദിതാണ്. നമ്മൾ നോക്കേണ്ടത് ഖുർആനും സുന്നത്തും. നമ്മൾ അവരോട് സുന്നത്ത് പറയുന്നു, അപ്പൊ അവരെന്ത് ചെയ്യും? അതിനെ വ്യാഖ്യാനിക്കും, അതിന് മറ്റർത്ഥങ്ങൾ നൽകും. അവിടെയാണ് നമ്മൾ പറഞ്ഞത്, വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റുന്നവർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മുഅ്മിനീങ്ങൾ സഹാബത്തിന്റെ മാർഗം പിൻപറ്റുക. അവിടെ നമ്മൾ നോക്കുക, സഹാബത്ത് ഇങ്ങനെ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചിരുന്നോ? വ്യാഖ്യാനിച്ചിട്ടില്ല. അള്ളാഹു ചിരിക്കുമെന്ന് പറഞ്ഞതിനെ അവർ നിഷേധിച്ചിരുന്നോ? നിഷേധിച്ചിട്ടില്ല. അവർക്ക് ശേഷമുള്ള സകല ആളുകളും അവർക്കെതിരാണെങ്കിലും സഹാബത്തിന്റെ മാർഗത്തിൽ അതിനെതിരല്ല. ഇപ്പൊ സഹാബത്ത് അത് സ്ഥാപിച്ചിരുന്നു. അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ അവർ വിശ്വസിച്ചിരുന്നു. അള്ളാഹു പറയുന്നു, അള്ളാഹു അർശിനുപരിയിലാണ്. അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. സഹാബികൾ അതാണ് വിശ്വസിച്ചത്. ഇന്നൊരാൾ വന്നിട്ട് പറയാണ്, അല്ല, അള്ളാഹു എല്ലായിടത്തുമുണ്ട്. അവിടെ അവർ നിങ്ങളോട് എന്ത് പറയും? ഇന്ന പണ്ഡിതൻ അത് പറഞ്ഞിട്ടുണ്ട്, ഇന്നയാൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാരുടെ പേര് പറയും. നമ്മുടെ ചോദ്യം, അബൂബക്കർ പറഞ്ഞിട്ടുണ്ടോ? ഉമർ പറഞ്ഞിട്ടുണ്ടോ? ഉസ്മാൻ പറഞ്ഞിട്ടുണ്ടോ? അലി പറഞ്ഞിട്ടുണ്ടോ? തൽഹ, ആരെങ്കിലും? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹും ഒരാളും പറഞ്ഞിട്ടില്ല. അഹ്ലുസുന്നയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന മാനദണ്ഡം സഹാബത്തിന്റെ മാർഗം പിൻപറ്റുക എന്നുള്ളത്. സഹാബത്തിന്റെ മാർഗം ഇത് നമുക്ക് മറ്റുള്ളവരോട് വിശദീകരിച്ചു കൊടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞത്, സലഫുകളിലേക്ക് ചേർത്തുകൊണ്ട് ഒരാൾക്ക് അധികം വാദിച്ചു നിൽക്കാൻ സാധ്യമല്ല. ഇപ്പൊ ഖുർആൻ നമ്മൾ പറഞ്ഞാൽ അവരതിന് അർത്ഥം കൊണ്ടുവരും, ഇങ്ങനെ അതിന് ഉദ്ദേശമുണ്ട് എന്ന് പറയും. ഇപ്പൊ ഉദാഹരണത്തിന് നബിദിനാഘോഷം നടത്തുന്നവർ, അവർ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു, അവരുടെ വാദം എന്താണ്? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സന്തോഷിക്കാൻ, അതുകൊണ്ട് നമ്മൾ നബിദിനം ആഘോഷിക്കുന്നു. തയ്യിബ്. ഇപ്പൊ ഖുർആൻ അവരങ്ങനെ വിശദീകരിച്ചു. നമ്മൾ പറയാണ്, ഇല്ല, ആയത്തിൽ അത് പെടില്ല. അവർ പറയും, ഇല്ല, ആയത്തിൽ പെടും. ഹദീസുകളിൽ അവർക്ക് വ്യക്തമായിട്ട് തെളിവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? നമ്മൾ അവരോട് ചോദിക്കുക, ഈ ആയത്ത് സഹാബികൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടില്ല. സഹാബികൾ മനസ്സിലാക്കിയിട്ടില്ല. സഹാബികൾ മനസ്സിലാക്കാത്തൊരു കാര്യം എങ്ങനെ നമുക്ക് മനസ്സിലാകാം? അങ്ങനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ അതിന്റെ അർത്ഥം എന്താണ്? സഹാബത്തിനേക്കാളും മികച്ച ആളുകളാണ് നമ്മൾ. സഹാബത്തിന്റെ ചരിത്രം ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഏത് വിഷയത്തിലും പ്രിയപ്പെട്ടവരെ, ശൈഖുൽ ഇസ്ലാം പറയുന്നത് പോലെ ബിദ്അത്തുകാർക്കെതിരിൽ, ഇസ്ലാമിനെതിരിൽ പുത്തൻവാദം കൊണ്ടുവരുന്നവർക്കെതിരിൽ നമുക്ക് അവരെ തടയാനുള്ള ഏറ്റവും നല്ല മാർഗം സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കുക എന്നുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ പ്രവാചകനിൽ നിന്ന് പഠിച്ചവരാണവർ. അവരെക്കാളും നല്ലവർ ആരും തന്നെയില്ല. അഹ്ലുസുന്നയുടെ ഇജ്മാ ആണ്, സഹാബികളാണ് ഒറ്റക്കാണെങ്കിലും കൂട്ടായിട്ടാണെങ്കിലും ഏറ്റവും മികച്ച ആളുകൾ. അവരെക്കാളും നന്നാകാൻ ഒരാൾക്കും സാധ്യമല്ല. ചില പണ്ഡിതന്മാരുടെ സംസാരത്തിൽ ഒറ്റക്കൊറ്റക്ക് ഓരോ സഹാബിയാണ് പിൽക്കാലഘട്ടത്തിൽ വന്നവരെക്കാളും നല്ലതെന്ന് പറയാൻ പറ്റും ചില ചർച്ചകളുണ്ടെങ്കിലും പണ്ട് ആ വിഷയത്തിൽ ഇജ്മാ സ്ഥാപിതമായിട്ടുണ്ട്. അതുകൊണ്ട് അതിനുശേഷം പറഞ്ഞവരുടെ വാക്കുകൾ ശരിയല്ല. സഹാബികളാണ് ഒറ്റക്കാണെങ്കിലും കൂട്ടമായിട്ടാണെങ്കിലും ഏറ്റവും അഫ്ളലായ ആളുകൾ. അപ്പൊ അവരുടെ മാർഗം മുറുകെ പിടിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ദീനിൽ നമുക്ക് വിജയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അവരുടെ മാർഗം എന്ന് പറഞ്ഞാൽ
ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. എല്ലാ വിഷയത്തിലും ഇപ്പൊ ഫിഖ്ഹിയായ മസല ആയിക്കൊള്ളട്ടെ, അവർക്കൊരു അഭിപ്രായം ഉണ്ടാകും. ഇപ്പൊ നിങ്ങൾക്ക് ഇതുകൂടി പറഞ്ഞാൽ നിർത്താം. ഫിഖ്ഹിയായ ഒരു മസലയിൽ എങ്ങനെ നിങ്ങൾ പെരുമാറണം, സ്വഹാബത്തിന്റെ അഭിപ്രായങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഖുറൈദയിലേക്ക് സ്വഹാബികളെ അയക്കുമ്പോൾ അവരോട് പറയുന്നു, അസർ നിസ്കാരം അവിടെ എത്തിയ ശേഷം അല്ലാതെ നിസ്കരിക്കാൻ പാടില്ല. സ്വഹാബികൾ പോയി. ചില ആളുകൾ വഴിയിൽ വെച്ച് പറഞ്ഞു, പ്രവാചകൻ ഉദ്ദേശിച്ചത് പെട്ടെന്ന് നിങ്ങൾ ബനൂ ഖുറൈദയിലേക്ക് എത്തണം എന്നാണ്, അതല്ലാതെ അസർ നിസ്കാരം വൈകിപ്പിക്കാനല്ല. അവർ വഴിയിൽ വെച്ച് നിസ്കാര സമയത്ത് നിസ്കരിച്ചു. വേറെ ചില ആളുകൾ പറഞ്ഞു, അല്ല, പ്രവാചകൻ പറഞ്ഞത് ബനൂ ഖുറൈദയിൽ എത്തിയ ശേഷം നിസ്കരിക്കാനാണ്. അവരവിടെ പോയിട്ട് എന്ത് ചെയ്തു? നിസ്കരിച്ചു. ബനൂ ഖുറൈദയിൽ നിസ്കരിച്ചു. പ്രവാചകന്റെ അരികിൽ വന്നു, വിഷയം രണ്ടുപേരും പറഞ്ഞു. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല. സ്വഹാബികൾ അതിന്റെ പേരിൽ പരസ്പരം നമ്മുടെ അഭിപ്രായമാണ് ശരി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടില്ല? തല്ലുകൂടിയിട്ടുമില്ല. അപ്പൊ അവിടെ സഹാബത്തിന്റെ മാർഗം പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് പോലെ എല്ലാത്തിലും, എല്ലാ കാര്യത്തിലും, അത് കേവലം വിശ്വാസത്തിൽ മാത്രമല്ല, ഫിഖ്ഹിയായ മസായിലുകൾ അവർ കണ്ടിരുന്ന അഭിപ്രായം എന്തായിരുന്നു? ഉദാഹരണത്തിന് ഈ നായയെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഹദീസ്. നായയെ വളർത്തുന്നതിൽ നിങ്ങൾക്കറിയാം, ഇളവ് വന്ന ഒരു വിഷയമാണ് കൃഷിയുമായി ബന്ധപ്പെട്ട ഹദീസ്. കൃഷി വളർത്തുന്നവർക്ക് നായയെ വളർത്താം, അല്ലെ? കൃഷിയുള്ള ആളുകൾക്ക് അതിനെ സംരക്ഷിക്കാൻ നായയെ വളർത്താം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിച്ചു. ഇത് കേട്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്? യർഹമുല്ലാഹു അബാ അബ്ദുറഹ്മാൻ കാന സാഹിബ് സറഅ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് ആ ഹദീസ് ശരിയല്ല എന്ന അർത്ഥത്തിൽ ആര് പറഞ്ഞു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ ഹദീസ് ശരിയാണ്, വേറെയും സ്വഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ അബൂ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞു. പക്ഷെ അതിന്റെ പേരിൽ അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഫിഖ്ഹിന്റെ വിഷയത്തിൽ നമ്മൾ സ്വഹാബത്തിന്റെ മാർഗം പിൻപറ്റണം. ഫിഖ്ഹിന്റെ വിഷയത്തിൽ അവരുടെ മാർഗം നമ്മൾ പിൻപറ്റണം. അതാണ് നമ്മുടെ അസ്ല് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഇവിടെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിന്റെ മാർഗം പിൻപറ്റാൻ, അവരുടെ മാർഗം അനുധാവനം ചെയ്ത് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഫിർദൗസ്, ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2-3 മിനിറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ പറഞ്ഞതിലുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലുണ്ടോ? അദ്ദേഹത്തിന് ഉമ്മയും വാപ്പയൊക്കെ മറവിലായിരുന്നു. പിന്നീട് അവർ ഗർഭിണിയായ സമയത്ത്, ഇമാം അഹ്മദിന് ഗർഭിണിയായ സമയത്ത് ബഗ്ദാദിലേക്ക് വന്നു. പിന്നെ ബഗ്ദാദിലാണ് പ്രസവം ഉണ്ടായത്. ഖലാസ് തയ്യിബ്. സുബ്ഹാനല്ലാഹ്.